അനന്താത്മികാമീശ്വരി സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ പരമ്പര ശ്രീ ശ്രീ പരമ്പര ദേഹായ ദക്ഷിണാമൂർത്തേ പരമ്പരയും രണ്ടാമത്തെ യഥോർണനാഭിസ്തന്തുനോച്ചരേ യഥാഗ്നേ ക്ഷുദ്രാ വിസ്ഫുലിംഗാ വിചരന്തി ഏവമേവ അസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വിചരന്തി തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണോ വൈ സത്യം തേഷാമേഷ സത്യം. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ പ്രാണാദിയെ സൃഷ്ടിച്ചത് ഒരു സംസാരിയാണോ അതോ അസംസാരിയാണോ? അതാണ് സംസാരി എന്ന് പറയുമ്പോൾ ജീവൻ. ജീവനാണ് അസംസാരി എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്നെടുക്കാം. ഈശ്വരനാണ്. ഏതാണ് ഈ സൃഷ്ടി ഇവിടെ നടത്തിയിരിക്കുന്നത്? സാധാരണ ജീവൻ ഈശ്വരൻ എന്നതിന് സമാനം പറഞ്ഞാലും പോരാ. ഈശ്വരനാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം തീരത്തില്ല. കാരണം ആരാണ് ഈശ്വരൻ എന്ന് ചോദിക്കും. ആദ്യം ഇവിടെ തീരുമാനിക്കുന്ന ഇതാണ്, ഈ സംസാരിയാണോ അസംസാരിയാണോ? ഇനി ആ സംസാരി അത് ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരനാര്? അത് അടുത്ത ചിന്ത. ഇവിടെ ഈ സൃഷ്ടി നടത്തിയത് സംസാരിയാണ് എന്നൊരു കൂട്ടർ പറയും. എന്ന് പറയുന്നത് നമുക്ക് ഈ ജീവൻ എന്ന് മനസ്സിലാക്കാം. ആരാണോ ഇതെല്ലാം അനുഭവിക്കുന്നത് അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്, മറ്റാരുമില്ല. അല്ലെങ്കിൽ ഈ ജീവൻ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവന് വേണ്ടി മറ്റൊരു ജീവൻ സൃഷ്ടിച്ചു. ജീവനെ പോലെ ഒരു ജീവൻ, ഈ ജീവനിൽ ഒരു വലിയ ജീവൻ എന്തായാലും സംസാരിയാണ്. അത് ജനന മരണങ്ങൾ ഉള്ള ഒരാൾ. അതാണ് അതൊന്ന് ഉദ്ദേശിക്കുന്നത്. സംസാരി എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളുള്ള ഒരാൾ. അതാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഒരു സാധാരണ പാമരന്മാർ പറയുന്നതല്ല. സൃഷ്ടിക്ക് വേണ്ടി അങ്ങനെ ഒരു അസംസാരിയെ കൽപ്പിക്കേണ്ട കാര്യമില്ല. സിദ്ധാന്തി എന്താ പറയുന്നത്? അദ്വൈതി
സൃഷ്ടി അസംസാരിയുടേതാണ്. അതിനാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത്. പ്രാണാദികൾ ജാഗ്രത്തിൽ അനുഭവിക്കുന്നു, അതിന്റെ സൃഷ്ടി അത് തന്നെ ജാഗ്രത. അതിനു മുമ്പ് ആ കേവലമായ സത്ത് മാത്രം, അത് അസംസാരിയാണ്. അസംസാരിയായ ആ സത്തിൽ നിന്നാണ് സൃഷ്ടി. ഇത് സിദ്ധാന്തം. വലിയ ദാർശനികന്മാർ എന്താണ് ന്യായവിധ ഇവിടെ പറയുന്നത്, ഇതെല്ലാം അറിയാവുന്ന സാഖ്യന്മാർ, മീമാംസകന്മാർ, അവർ പറയുന്നത് അങ്ങനെ സൃഷ്ടിക്ക് വേണ്ടി ഒരു അസംസാരിയെ സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നടത്തിയത്. അസംസാരി എന്തായാലും വേണ്ട, സൃഷ്ടിക്ക് മറ്റെന്തെങ്കിലും കാരണം വേണം. സാഖ്യന്മാരെന്താ പറയുന്നത്? സൃഷ്ടിക്കുന്ന ഈ പ്രകൃതി തന്നെ, മറ്റൊന്നുമല്ല. അനാദിയായി ഈ പ്രകൃതി മഹത്തത്വം, അഹന്തത്വം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, തന്മാത്രകൾ ഇങ്ങനെ പുരുഷന്റെ സാന്നിധ്യത്തിൽ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സൃഷ്ടി. അസംസാരിയായിക്ക് അതിന് യാതൊരു പങ്കുമില്ല. അങ്ങനെ ആരുമില്ല അവിടെ. ആകെ ഉള്ളത് പുരുഷനാണ്. പുരുഷന് സൃഷ്ടിയോട് താതാത്മ്യപ്പെട്ട് സംസാരിയായിരിക്കുന്നു. ഇനി ആ താതാത്മ്യത്തെ വിട്ടുകഴിഞ്ഞാൽ പുരുഷൻ മുക്തനായി. പിന്നെ എവിടെയാ പുരുഷന് സൃഷ്ടിക്കാൻ സമയം? സൃഷ്ടിയിൽ പുരുഷൻ താതാത്മ്യപ്പെടുന്നു, അതവന്റെ സംസാരം. പ്രകൃതി പുരുഷ വിവേകം കൊണ്ട് അവൻ മുക്തനായി തീരുന്നു ആ പ്രകൃതിയിൽ നിന്ന്. പുരുഷൻ സൃഷ്ടിച്ചാൽ എന്തുകൊണ്ട് ഈ സൃഷ്ടി ഉണ്ടായാലും പുരുഷൻ അതിനോട് താതാത്മ്യപ്പെടാൻ പറ്റും. ഉള്ള സൃഷ്ടിയിലാണ്. അതുകൊണ്ട് സാഖ്യന്മാർ പറയുന്നു, എങ്ങനെയാണ് ഒരു നർത്തകി തന്റെ നൃത്തം കൊണ്ട് കാഴ്ചക്കാരെ മോഹിപ്പിക്കുന്നത്, അതുപോലെ ഈ പ്രകൃതിയുടെ നൃത്തം അതിന് ഈ പുരുഷന്മാരെല്ലാം മോഹിച്ചിരിക്കുകയാണ്. പ്രകൃതി വേണം പുരുഷന് മോഹിക്കണമെങ്കിൽ. ആ പ്രകൃതി എങ്ങനെ പുരുഷൻ സൃഷ്ടിക്കും? മുക്തനായാൽ പിന്നെ അവിടെ സൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്തയുടെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് സൃഷ്ടിക്ക് കാരണക്കാരനായ ഒരു അസംസാരി, ഇവിടെ അദ്വൈതിയും മറ്റും പറയുന്ന ഈശ്വരൻ അല്ലെങ്കിൽ സത്ത്, അതില്ല. മീമാംസകൻ എന്താ പറയുന്നത്? മീമാംസകർ എന്ന് പറയുന്നത് അവരാണ് ഈ വേദത്തിന്റെ പ്രാമാണ്യത്തെ ഉറപ്പിച്ച ആൾക്കാർ. വേദം അനാദിയാണ്, വേദം സ്വതപ്രമാണം ആണ്. സ്വതപ്രാമാണ്യ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ ദാർശനികമായ ചർച്ചയിൽ ഏറ്റവും സങ്കീർണമായൊരു വിഷയമാണ്. അത് ചർച്ച ചെയ്ത് എവിടെ എത്തിച്ചേരുമെന്ന് ചർച്ച ചെയ്യുന്നവർക്ക് തന്നെ അവസാനം പിടികിട്ടത്തില്ല. അങ്ങനൊരു സംഗതി. സ്വതപ്രാമാണ്യം, പരിതപ്രാമാണ്യം. വേദം സ്വതപ്രമാണമെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഉദാഹരണത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണ് കാണുന്നു, ഇത് വെളുപ്പാണ്, ഇത് പരന്നതാണ്, ഇത്ര അടി പൊക്കമുണ്ട്, ഇത്ര വീതിയുണ്ട്, ഇത്ര ആഴമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കുന്നത്, കണ്ണുകൊണ്ട് അറിയുന്നതാണ്. ആ അറിവിന് കണ്ണാണ് പ്രമാണം എന്ന് പറയും. കാരണം അറിവെന്ന് പറയുന്നത് പ്രമേയാണ്. പ്രമെന്ന് വെച്ചാൽ ശരിയായ അറിവാണ്. ആ ശരിയായ അറിവിന് ഉപകരിക്കുന്ന പ്രമാണം. അപ്പോൾ കണ്ണൊരു പ്രമാണമാണ്. പ്രമയ്ക്ക് കാരണമാണ്. ഇതൊരു ഉദാഹരണമാണ്. സ്വതപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ കണ്ണിന് എന്തുകൊണ്ട് സ്വതപ്രമാണം എന്ന് പറയുന്നു? കാരണം ഇത്
വെളുപ്പാണ് എന്ന് മനസ്സിലാക്കുന്നതിന് കണ്ണിന് ചെവിയുടെ സഹായം ആവശ്യമില്ല, ശ്രവണേന്ദ്രിയത്തിന് സഹായം ആവശ്യമില്ല, ഘ്രാണേന്ദ്രിയത്തിന് സഹായം ആവശ്യമില്ല, ത്വകേന്ദ്രിയം അതൊരു പ്രമാണമാണ്, അതിന്റെ സഹായം ആവശ്യം. ഇതിനെല്ലാം നമ്മൾ പ്രമാണമായി സ്വീകരിച്ചാൽ, ഇതെല്ലാം പ്രമേയം ഉണ്ടാക്കുന്നതിനുള്ള കർണങ്ങളാണെന്ന് സ്വീകരിച്ചാൽ, അങ്ങനെയുള്ള നമ്മുടെ അനുഭവം. ത്വകേന്ദ്രിയം കൊണ്ട് നമ്മൾ അറിയുന്നു ഇത് ശീതമാണോ ഉഷ്ണമാണോ, രസനേന്ദ്രിയം കൊണ്ട് അറിയുന്നു ഇത് മധുരമാണോ കയ്പാണോ, ശ്രവണേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നു ശബ്ദം, ആ ശബ്ദം മൃദുവാണോ മന്ദമാണോ തീവ്രമാണോ, ആ ഭേദങ്ങളെല്ലാം, ശബ്ദത്തിലുള്ള ഭേദങ്ങളെല്ലാം ശ്രവണേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നു. അപ്പോൾ ചക്ഷുരേന്ദ്രിയത്തിന് ഈ വർണ്ണം ഇത് വെളുപ്പാണെന്ന് ഗ്രഹിക്കുന്നതിന് ഇതിനെല്ലാത്തിനും മനസ്സൊരു സഹായിക്കാണ്. മനസ്സ് ഇന്ദ്രിയവുമായിട്ട് ചേരുമ്പോഴാണ് അത് പ്രമാണമാകുന്നത്. അതിനൊരിക്കലും ശ്രവണേന്ദ്രിയത്തിന്റെ സഹായം വേണ്ടി വന്നില്ല. ശ്രവണേന്ദ്രിയം പറഞ്ഞു കൊടുത്തോ എന്റെ അംഗീകാരം, ഇത് വെളുപ്പാണ്, നീ തീരുമാനിച്ചോ എന്ന് പറയേണ്ട ആവശ്യമില്ല. രസനേന്ദ്രിയത്തിന്റെ ആവശ്യമുണ്ട്. ചക്ഷുന്ദ്രിയം പോയി രസനേന്ദ്രിയത്തിനോട് ചോദിക്കുന്നുണ്ടോ, എനിക്കൊരു സംശയമുണ്ട്, ഇത് വെളുപ്പാണ്, ആ ശരി, അങ്ങനെ ഒരു അംഗീകാരത്തിന്റെ ആവശ്യമുണ്ട്. ഈ പറയുന്ന മറ്റ് കർണങ്ങളെ ഒന്നും ആശ്രയിക്കാതെ, ഒരു തരത്തിലും ആശ്രയിക്കാതെ, തികച്ചും സ്വതന്ത്രനായിരുന്നുകൊണ്ടാണ് ചക്ഷുന്ദ്രിയം പറയുന്നത് ഇത് വെളുപ്പാണ്. ഇതെങ്ങനെയാണോ ഈ ഒരു കരണം മറ്റൊരു കരണങ്ങളെ ആശ്രയിക്കാതെ തന്റെ വിഷയത്തെക്കുറിച്ച് ശരിയായ അറിവുണ്ടാക്കി തരുന്നത്. ഇതുപോലെ ശ്രുതി ശബ്ദപ്രമാണം അതൊരു പ്രമാണമാണ്. അത് മറ്റൊന്നിനെ ആശ്രയിക്കാതെ അത് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് യഥാർത്ഥമായ അനുഭവം ജീവന്മാർക്കുണ്ടാക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അദൃഷ്ടം, ധർമ്മം, സംസ്കാരം യാഗം ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്, അതിന്റെ പേരാണിതെല്ലാം. ഈ അദൃഷ്ടം യാഗം ചെയ്താൽ അദൃഷ്ടം ഉണ്ടാവും, ആ അദൃഷ്ടത്തിന്റെ ഫലമായി സ്വർഗം കിട്ടും. ഇത് വേദം ആ അദൃഷ്ടത്തെ ബോധിപ്പിക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു പ്രമാണത്തിന്റെ സഹായത്തോടുകൂടിയല്ല. പ്രത്യക്ഷ, അനുമാന, ഉപമാനം, അർത്ഥാപത്തി എന്നെല്ലാം പറയുന്ന പല പ്രമാണങ്ങൾ പലരും പറയുന്നു. ഇതിന്റെ ഒന്നും സഹായം കൂടാതെ ജീവനെ ശ്രുതി ബോധിപ്പിക്കുന്നു അദൃഷ്ടം ഉണ്ടെന്നുണ്ട്. അതുകൊണ്ടത് സ്വതപ്രമാണമാണ്. വളരെ ലളിതമായ രീതിയിൽ ഞാൻ പറഞ്ഞു. എന്താ, ശബ്ദം കണ്ണിനോട് ചോദിച്ചു, യാഗം ചെയ്താൽ അദൃഷ്ടം ഉണ്ടാകുമെന്നില്ല. അത് ശബ്ദം തന്നെ വെളിപ്പെടുത്തുകയാണ്. ശബ്ദത്തിന് അതെങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും? ആ ശബ്ദത്തിന് അതിനുള്ള ശേഷിയുണ്ട്. മീമാംസകരുടെ വാദമാണ്. അതല്ല എന്ന് പറയാൻ പോയാൽ അവർ വെറുതെ വിടത്തില്ല. രാവും പകലും അവരോട് സംസാരിച്ചാലും അവരുടെ സിദ്ധാന്തത്തിൽ നിന്ന് അവരെ മാറ്റാൻ പ്രയാസം. അതിനുള്ള യുക്തികളെല്ലാം അവരുടെ കയ്യിലുണ്ട്. പ്രാമാണ്യവാദം എന്ന് പറയും. അവര് താർക്കികന്മാരുമായിട്ട്, സാഖ്യന്മാരുമായി എല്ലാവരുമായിട്ടും തർക്കിക്കുക കാര്യത്തിൽ. വേദം അത് മറ്റു ശബ്ദങ്ങളല്ല അവർ പറയുന്നത്. വേദം സ്വതപ്രമാണമാണ്. അവരെ സംബന്ധിച്ച് വേദത്തെക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ മീമാംസകര് അസംസാരിയെ സ്വീകരിക്കുന്നില്ല. വേദത്തിനപ്പുറം ഒരു അസംസാരിയെ അവർ സ്വീകരിക്കുന്നില്ല. ആ മീമാംസകരിൽ തന്നെ രണ്ട് വിഭാഗക്കാരുണ്ട്. പിന്നീട് വന്നു ആധുനിക മീമാംസകർ.
അവർ പിന്നെ ഈശ്വരനെ കൂടെ സ്വീകരിച്ചു. ഈശ്വരനെ കൂടെ നമുക്കാകാം എന്ന് സ്വീകരിച്ചു. പക്ഷെ പ്രാചീന മീമാംസകർ അവർ അസംസാരിയെ സ്വീകരിക്കുന്നില്ല, ജീവൻ അവർ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ വേദത്തെ അംഗീകരിക്കുന്നുണ്ട്. ജീവൻ സംസാരിയാണ്. എന്തുകൊണ്ട്? ആ ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് വേറെയാണ്. അത് കർമ്മം ചെയ്യുന്നു, ഫലത്തെ അനുഭവിക്കുന്നു. കർമ്മം ചെയ്യുമ്പോൾ അവൻ കർത്താവാണെന്ന് കരുതുന്നു, ഫലത്തെ അനുഭവിക്കണമെന്ന് അവൻ കരുതുന്നു. അവൻ ഭോക്താവാണ്. അവന് ജനന മരണങ്ങളുണ്ട്. അവർ ചോദിക്കുന്നത് ഈശ്വരന്റെ ആവശ്യം എവിടെയാണ്? ഇവിടെ ഈശ്വരന്റെ ആവശ്യമേ വരുന്നില്ല. കർമ്മങ്ങളെ പ്രകാശിപ്പിക്കുന്ന വേദം, കർമ്മഫലത്തെ ബോധിപ്പിക്കുന്നത് വേദം. ജീവൻ കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിന്റെ ഫലം, അതായത് അധിഷ്ഠം, ആദിഷ്ടത്തിനനുസരിച്ച് സ്വർഗം നിറവേറുന്നു. അതെല്ലാം ജീവന്റെ അധിഷ്ഠത്തിനനുസരിച്ച് സംഭവിക്കുന്നതാണ്. കാരണം ഇവൻ കർമ്മം ചെയ്ത് ഒരു സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ അധിഷ്ഠം, അവിടെ സ്വർഗം വേണം. അതിന് ആ സ്വർഗത്തെ ഈ അധിഷ്ഠത്തിന്റെ സഹായത്തോടുകൂടി ജീവൻ തന്നെ സൃഷ്ടിക്കുന്നു, സംസാരി. അല്ലാതെ അത് സൃഷ്ടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ഈശ്വരന്റെ ആവശ്യമില്ല. ഈശ്വരന്റെ ആവശ്യം എന്താണ്? ഈ കർമ്മഫലങ്ങൾ കൊടുക്കുന്നതിനാണ്, സുഖദുഃഖങ്ങളെ കൊടുക്കുന്നതിനാണ്. അത് അങ്ങനെ ഒരു കർമ്മഫലങ്ങളെ കൊടുക്കുന്നതിനായിട്ടൊരു ഈശ്വരന്റെ ആവശ്യം ഇല്ല. ഈശ്വരൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വേദം ചെയ്യും. പക്ഷെ ചിലർക്കത് പോരാ. ധാത യഥാപൂർവമകത്പയത് എന്നൊക്കെ വേദത്തിൽ തന്നെ പറയുന്നു. ഒരു ധാതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. തസ്യ നിശ്വസിതം വേദ ദീർഘവേദ യജുർവേദ സാമവേദ. ഈശ്വരന്റെ നിശ്വാസമാണിത് എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് ഒരു ഈശ്വരനെ കൂടെ സ്വീകരിക്കാം എന്ന് പിൽക്കാലത്ത് പറയുന്നവരുണ്ട്. പക്ഷെ പൊതുവെ മീമാംസകര് വേദത്തെ മാത്രം പ്രമാണമായി സ്വീകരിക്കുന്നു, മുഖ്യപ്രമാണം. അവർ ഈ അസംസാരി അവർ സ്വീകരിക്കുന്നില്ല. അതുപോലെ സാഖ്യന്മാരിലുണ്ട്. സാഖ്യന്മാരും പിൽക്കാലത്ത് അവരും ഈശ്വരനെ സ്വീകരിച്ചു. അവരെല്ലാം ചിന്തിച്ച് അവസാനം ഈശ്വരന്റെ അസംസാരി അംഗീകരിക്കേണ്ടി വന്നു അവർക്കല്ല. എന്നാൽ പൊതുവെ അവരെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാടിതാണ്. നിരീശ്വരന്മാരാണ് അസംസാരി. അതാണ് പറഞ്ഞ അസംസാരണ അഭാവം. പറയുന്ന യുക്തിശതൈഹി. ഞാൻ പറഞ്ഞു, ഇവരോട് സംസാരിച്ചാൽ രാവും പകലും കൊണ്ട് പ്രശ്നം തീരത്തില്ല. പറയുന്ന യുക്തിശതങ്ങളുണ്ട്. അവർ പറയും ഇല്ല, അസംസാരി ഇല്ല, എല്ലാം വേദവും ജീവനും ആണ്. സംസാരിണോവി ജഗതുത്പത്തി സ്ഥിതിരയ ക്രിയാകർത്തൃത്വ വിജ്ഞാന അഭാവായുക്തമിരിച്ച്. പിന്നെ ആരാ ഈ ലോകത്തെ സൃഷ്ടിച്ചത്? സംസാരി തന്നെ. സംസാരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ജീവന്മാര് തന്നെ ജനിക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു. ശരി, അത് ഞാനോ നീയോ അല്ല. പക്ഷെ ഇനി ബ്രഹ്മാവെന്നും മറ്റും പറയുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു വലിയ ജീവനാണെങ്കിലോ അത് സാധ്യമാകത്തില്ല. സംസാരിക്ക് ജഗത്തിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ലാതെ പറയുന്നു. സംസാരണോപി
സംസാരിയായ ഒരു ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചില്ലെങ്കിൽ സംസാരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ജഗതുത്പത്തി സ്ഥിതി ലയ ക്രിയാകർത്തൃത്വ വിജ്ഞാനസ്യ അഭാവ. ഈ ജഗത്ത് സൃഷ്ടിക്കണമെങ്കിൽ ഈ ജഗത്തിന്റെ ഉത്പത്തി എന്താണെന്നറിയണം, എങ്ങനെയെന്നറിയണം, സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കണം, ലയം നാശത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇതിനു വേണ്ടുന്നുള്ള ക്രിയ, കർത്തൃത്വം, ഇതിനെക്കുറിച്ചുള്ള വിജ്ഞാനം, ഇതെല്ലാം വേണം. ഒരു സംസാരിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകത്തില്ല. കാരണം സംസാരി എന്ന് പറയുമ്പോൾ ജനിക്കുന്നു. അവൻ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള പ്രളയത്തെക്കുറിച്ച് അവനെങ്ങനെ അറിയാൻ പറ്റും? ഇനി സ്ഥിതി അറിയാമെന്ന് പറയാൻ വേണ്ടി വന്നാൽ, പക്ഷെ പ്രളയത്തെ എങ്ങനെ അറിയും? അവിടെ അവനില്ലല്ലോ. ഇനി സ്ഥിതിയെപ്പോലും ശരിക്കറിയാൻ കഴിയത്തില്ല. കാരണം സംസാരി എന്ന് പറയുമ്പോൾ സൃഷ്ടിയിൽ അന്തർഭവിച്ചുപോയി, സൃഷ്ടിയുടെ ഭാഗമായി. ഈ സൃഷ്ടിയിൽ ഒരാദി കാണുന്നു, അതുപോലെ ആദിയുള്ള ഒരുവനാണ്. അത് എത്ര വലിയ യോഗിയായാലും ശരി, എത്ര ഉയർന്ന ദേവനായാലും ശരി, സംസാരി എന്ന് പറഞ്ഞാൽ അവിടെ ആദിയുള്ളവനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ജഗത്തിന്റെ സൃഷ്ടിയുടെ പൂർണ്ണമായ രഹസ്യം, തന്റെ തന്നെ സൃഷ്ടിയുടെ രഹസ്യം, താൻ തന്നെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് സംസാരി സൃഷ്ടിച്ചു എന്ന് വരുന്നത് ശരിയല്ല. അയുക്തം ഇരിച്ചേ യത് മഹത പ്രപഞ്ചേന സ്ഥാപിതം ഭൂത ശബ്ദാദിഭുക് സംസാരീവ അവസ്ഥാന്തര വിശിഷ്ടോ ജഗത കർത്തേരി തദസത്. നിങ്ങളിപ്പോൾ പറഞ്ഞു എന്താണ്? നിങ്ങൾ വളരെ യുക്തി ഉപയോഗിച്ച് ഈ ജഗത്തിന് ഒരു ഈശ്വരന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഈ ഇരിക്കുന്നവൻ തന്നെ വേറൊരവസ്ഥയെ പ്രാപിച്ചിട്ട് സൃഷ്ടികർത്താവായി മാറുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെ സൃഷ്ടിക്കുന്നു. അപ്പൊ ഇതായി മാറുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞ സുഷുപ്തി ജാഗ്രത ദൃഷ്ടാന്തങ്ങളിലൂടെ ജാഗ്രതയിൽ ഈ രൂപത്തിലൊക്കെ ഇരിക്കുന്നു. സുഷുപ്തിയിൽ ഇതൊക്കെ വിട്ട് വേറൊരു തരത്തിലാകുന്നു. അവിടെ അവൻ സർവേശ്വരനായിരിക്കുന്നു. എന്നിട്ടവൻ സൃഷ്ടിക്കുമ്പോൾ ഇതായിത്തീരുന്നു. മഹത പ്രപഞ്ചേന സ്ഥാപിതം ഭവത ശബ്ദാദിഭക് സംസാരിയേവ അവസ്ഥാന്തര വിശിഷ്ടോ ജഗതകർത്ത. അവസ്ഥാന്തര വിശിഷ്ടനായി ജഗത്തിന്റെ കർത്താവാകുന്നു. കാരണം ഈ ജഗത്തിന്റെ കാരണത്തെ ജഗത്തിനുള്ളിൽ അന്വേഷിക്കുന്നവരെല്ലാം ഈ പക്ഷക്കാരാണ്. ഇതാണ് ഭൗതിക പക്ഷം എന്ന് പറയുന്നത്. നമ്മൾ ജഗത്തിന്റെ കാരണത്തെ ജഗത്തിൽ അന്വേഷിക്കുമ്പോൾ വാസ്തവത്തിൽ അവസ്ഥാന്തരത്തെ അന്വേഷിക്കുന്നു. എന്തായാലും ഒന്നറിയാം, ഈ കാണുന്ന ഈ സ്ഥൂലമായി അനുഭവിക്കുന്ന ഭൂമിയും ആകാശവും വായുവൊന്നുമല്ല സൃഷ്ടിച്ചത്. ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതിന്റെ തന്നെ ഒരു അവസ്ഥാന്തരമായിരിക്കും ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്. അവസ്ഥാന്തരം എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഏതോ ഒരു സൂക്ഷ്മതത്വം. ഇതിന്റെ അവസ്ഥാന്തരത്തെ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ആഭരണത്തിന്റെ അവസ്ഥാന്തരമാണ് സ്വർണം. അപ്പോൾ അതിന് ആഭരണത്തിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കും. പാത്രത്തിന്റെ അവസ്ഥാന്തരമാണ് മണ്ണ്. അതുകൊണ്ട് അതിന്റെ കാരണത്തെ പാത്രത്തിൽ തന്നെ കണ്ടുപിടിക്കും. അതുപോലെ സൃഷ്ടി ഇതിന്റെ അവസ്ഥാന്തരത്തെ ഇതിൽ തന്നെ കണ്ടുപിടിക്കും. സ്ഥൂലമായി ഇതിന് അനുഭവപ്പെടുന്ന കാര്യമായിട്ടാണ്. അതുകൊണ്ട് ഇതിന്റെ അവസ്ഥാന്തരം സൂക്ഷ്മമായിരിക്കും. അങ്ങനെ ഊഹിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിന്റെ പിന്നിലുള്ള കാരണം, അതിന്റെ പിന്നിലുള്ള കാരണം, വസ്ത്രത്തിന്റെ പിന്നിലുള്ള കാരണം, നൂലിന്റെ പിന്നിലുള്ള കാരണം, പഞ്ഞിയുടെ പിന്നിലുള്ള കാരണം, അതിന്റെ അണുക്കൾ, പരമാണുക്കൾ, പിന്നെ അതിന്റെ പരമാണുക്കൾ. അങ്ങനെ ഈ സൃഷ്ടി അന്തർഭവിച്ചിരിക്കുന്ന കാര്യകാരണ ബന്ധത്തെ കണ്ടുകൊണ്ട് ഈ സൃഷ്ടിയുടെ തന്നെ ഒരവസ്ഥാന്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ ഒരവസ്ഥയാണ് സൃഷ്ടിക്ക് കാരണം
എന്നന്വേഷിക്കുന്നതാണ് ഭൗതികവാദം എന്ന് പറയുന്നത്. അവർ കണ്ടെത്തും എന്താണോ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന പരമാണുക്കളാണ്. അവിടെയും നിൽക്കത്തില്ല. ഇനി ആ പരമാണുക്കൾക്കും പിന്നിലെന്തോ ചില പരമാണുക്കൾ പരമമായ കാര്യങ്ങളുണ്ട്. അവസ്ഥാന്തരം എന്ന് പറയുന്ന യുക്തിയാണ്. സൃഷ്ടിയുടെ കാരണത്തെ സൃഷ്ടിയിൽ നിന്ന് കണ്ടുപിടിക്കുക, സ്ഥൂലമായ സൃഷ്ടിയുടെ കാരണത്തെ സൂക്ഷ്മമായി സൃഷ്ടിയിൽ തന്നെ ഉണ്ടെന്ന് കരുതുക, എന്നിട്ട് അന്വേഷിക്കുക. എല്ലാ ആധുനികമായ പരീക്ഷണങ്ങളും ഈ അവസ്ഥാന്തരത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ്. അത് ഭൗതികവാദം, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തദസത് പറയുന്നത് സാധ്യമല്ല. നിങ്ങൾ എത്ര കാലം ഈ സൃഷ്ടിയുടെ രഹസ്യത്തെ ഈ സൃഷ്ടിയിൽ അന്വേഷിച്ചാലും അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ അന്വേഷിച്ച് സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അനന്തമായി. ഇത് അനന്തമാണ് ഈ സൃഷ്ടി. അനന്തമായ സൃഷ്ടിയിൽ സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ കാരണവും കാര്യവും എല്ലാം അനന്തമാണ്. ഒരു നിഗമനത്തെ തള്ളിക്കളഞ്ഞ് അടുത്ത നിഗമനത്തിലേക്ക് പോവാം, അതിനെ തള്ളിക്കളഞ്ഞ് അടുത്തതിലേക്ക് പോവാം. മനുഷ്യന്റെ ബുദ്ധിയുടെ സൂക്ഷ്മത അനുസരിച്ച് അതിനവസാനമുണ്ട്. ഒരിക്കലും ഇത് സാധ്യമല്ല. അനന്തതയ്ക്ക് ഇവിടെ അവസാനം. ഇങ്ങനെ അന്വേഷിച്ച് ഈ അനന്തതയിൽ അവസാനമില്ല എന്നവനെ ബോധ്യപ്പെടുമ്പോൾ ആ അന്വേഷണം മനസ്സിലാക്കും. അവസ്ഥാന്തരമാണെന്നുള്ള അന്വേഷണം മനസ്സിലാക്കും. അതുകൊണ്ട് പറയുന്നത് തദസത് അസാധ്യമല്ല. യഥാ ജഗതുത്പത്തി സ്ഥിതിലയ ക്രിയാകർത്തൃത്വ വിജ്ഞാനശക്തി സാധനാഭാവ സർവലോക പ്രത്യക്ഷ സംസാരം. ഇത്രയും അനന്തമായിരിക്കുന്ന പ്രപഞ്ചം എന്ന് പറയാം. അനന്തം എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത്? അനന്തം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അങ്ങനെ ഒരു വസ്തുവുണ്ട്. എന്തുവാ അനന്തം എന്ന് പറഞ്ഞാൽ താല്പര്യം? അങ്ങനെ ഒരു വസ്തുവിനെ ആരെങ്കിലും കണ്ടിട്ടാണോ പറയുന്നത് ഇത് അനന്തമാണ്, അന്തമില്ലാത്ത? അങ്ങനെ ബുദ്ധിയുടെ വിഷയമാകുന്ന ഏതിനെയും പരിച്ഛിന്നമാക്കുന്നതാണ് ബുദ്ധിയുടെ സ്വഭാവം. പുസ്തകത്തെ അറിയുന്നു, ബുദ്ധി അതിനെ ഉൾക്കൊള്ളുന്നു. പുസ്തകം എന്നതാണ്, അതിനെക്കുറിച്ചൊരു നിശ്ചിതമായ അറിവുണ്ടാകുന്നു. വിഷയം അവിടെ പരിച്ഛിന്നമായി. ബുദ്ധി ആ വിഷയത്തെ ഗ്രഹിച്ചു കഴിഞ്ഞു. ഈ പരിച്ഛിന്നമായ വസ്തുക്കളിൽ ഇത് നടക്കും. പക്ഷെ ഈ വിഷയങ്ങളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതിന് വലിയൊരു പരിമിതിയുണ്ട്. ബുദ്ധിയുടെ സങ്കല്പശേഷി വളരെ ദുർബലമാണ്. ഉദാഹരണം പറഞ്ഞാൽ 1 ഇഞ്ച് സങ്കല്പിക്കാം, 1 ഇഞ്ച് ഇത്രയാണ്. 1 അടി സങ്കല്പിക്കാം, ഇത്രയാണ്. മനസ്സുകൊണ്ട് സങ്കല്പിക്കാം, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളിക്കും. 2 അടി 3 അടി മനസ്സിന് കഴിയും. 1 മൈലെന്ന് പറഞ്ഞാൽ പറ്റും. പക്ഷേ മുമ്പോട്ട് പോയാൽ 100 മൈൽ 1000 മൈൽ, പിന്നെ ബുദ്ധി അതിനെ ഉൾക്കൊള്ളുന്നില്ല. പിന്നെ പറയും പ്രകാശവർഷം. ഒരു രക്ഷയില്ല, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്താണ്? പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ അനന്തം എന്ന് പറയുന്നത്. അതിന്റെ ചെറിയ അംശങ്ങൾ മാത്രമേ ബുദ്ധിക്ക് പരിച്ഛിന്നമാക്കാൻ കഴിയുന്നുള്ളൂ. എന്നുവെച്ചാൽ ബുദ്ധിയാകുന്ന അളവ് പോലെ ഒതുക്കാൻ കഴിയുന്നുള്ളൂ. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തി ബുദ്ധിക്ക് ഒതുങ്ങത്തില്ല. അതുകൊണ്ട് പറയുന്നു പ്രപഞ്ചം അനന്തമാണ്. അങ്ങനെയുള്ള അനന്തമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ യതഃ ജഗത് ഉത്പത്തി സ്ഥിതിലയ ക്രിയാകർത്തൃത്വ വിജ്ഞാനശക്തി
ഇതിന്റെ സ്ഥിതി, ലയം, ക്രിയാകർത്തൃത്വം തുടങ്ങിയ വിജ്ഞാനശക്തി, സാധനാഭാവ, അങ്ങനെ ഒരു ബുദ്ധി നമുക്കില്ല, ഈ സംസാരിക്കില്ല. വിജ്ഞാനശക്തി, സാധനം ഒന്നുമില്ല. ഇതിനാദ്യം ഒന്നും ഉൾക്കൊള്ളണ്ടേ ബുദ്ധി, എന്നിട്ടല്ലേ സൃഷ്ടിക്കാൻ കഴിയും. സൃഷ്ടിക്കാൻ മാത്രമല്ല, ഈ സൃഷ്ടി തന്റെ ബുദ്ധിക്ക് ഉള്ളിൽ ഒതുങ്ങാത്തതുകൊണ്ട് അതിവിപുലമായിരിക്കുന്ന, അനന്തമായിരിക്കുന്ന ഈ സൃഷ്ടിയുടെ രഹസ്യവും ബുദ്ധിയുടെ ഉള്ളിൽ ഒതുങ്ങത്തില്ല ഒരിക്കലും. ഈ സൃഷ്ടി തന്നെ ഒതുങ്ങുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ രഹസ്യം എങ്ങനെ ഒതുങ്ങുന്നു? കാരണം ആ സൃഷ്ടിയുടെ രഹസ്യം, ആ സൃഷ്ടിയുടെ കാരണം, അത് ഈ സൃഷ്ടിയേക്കാൾ സൂക്ഷ്മവും സൃഷ്ടിയേക്കാൾ അനന്തവുമായിരിക്കും. അത് ഒരിക്കലും ബുദ്ധിക്ക് ഒതുങ്ങത്തില്ല. സാധനാഭാവ. അതിനുവേണ്ടി മനുഷ്യൻ വെറുതെ ശ്രമിക്കുകയാണ്. എങ്ങനെ? ഇത് ഞാൻ കണ്ടുപിടിച്ചേ തീരൂ, സൃഷ്ടിയുടെ കാരണം കണ്ടുപിടിച്ചേ തീരൂ. മറ്റൊന്നുണ്ട്, സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതുവരെ അറിയാത്ത പല അറിവുകളും ഉണ്ടാവും. ഇതുവരെ കണ്ടുപിടിക്കാത്ത പലതും കണ്ടുപിടിക്കാൻ കഴിയും, അത് സത്യമാണ്. പക്ഷെ അതൊന്നും അതിന്റെ കാരണമായിരിക്കത്തില്ല. കാരണം അത് ബുദ്ധിക്ക് ഒഴുകത്തില്ല. പറയുന്ന വിജ്ഞാനശക്തി സാധനാഭാവ സർവലോക പ്രത്യക്ഷ. ഇത് സർവർക്കും ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. സൃഷ്ടിയുടെ രഹസ്യം എനിക്ക് ബോധ്യപ്പെടത്തില്ല. സൃഷ്ടിയിൽ പലതും ബോധ്യപ്പെടും, അത് ശരിയാണ്. അന്വേഷണം വേണ്ടെന്നല്ല പറയാം. അന്വേഷിക്കാം, കണ്ടുപിടിക്കാം, അറിവിനെ വർദ്ധിപ്പിക്കാം, അതെല്ലാം നല്ലത് തന്നെ. പക്ഷെ ആ വിജ്ഞാന സാധനാ ശക്തി അതൊന്നും ഈ സംസാരിയായ ഈ ജീവന്റെ, അല്പജ്ഞനായ ഈ ജീവന്റെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവന് ഇത് സൃഷ്ടിക്കാനും ഒന്നും സാധ്യമല്ല. ആ സംസാരി ഇനി എത്ര കേമനാണെന്ന് പറഞ്ഞാലും ശരി, ഈ സൃഷ്ടിയുടെ ആദ്യം മുതൽ ഈ സൃഷ്ടിയുടെ അന്തം വരെ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞാലും ശരി, കാരണം സൃഷ്ടിയോടുകൂടി തുടങ്ങി സൃഷ്ടിയിൽ അവസാനിച്ചു. അവനങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും? സാധ്യമല്ല. സകഥം അസ്മദാദി സംസാരി മനസ്സാപി വിചിന്ത ഇതും സഖ്യം പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ സൃഷ്ടി നമ്മളെപ്പോലെയുള്ള സംസാരികൾ, സംസാരി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവൻ, അതിന് ബ്രഹ്മാവായാലും ശരി ജനിക്കുകയും മരിക്കുകയും ചെയ്യും. മനസ്സാ വിചിന്തയിതും അസഖ്യം. മനസ്സുകൊണ്ട്, മനസ്സാ ചിന്തയിതുമൊക്കെ എന്നാണ്. മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല, ഒന്ന് സങ്കല്പിക്കാൻ കൂടി സാധ്യം. അതൊന്ന് സങ്കല്പിക്കണ്ടേ? കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്നവൻ ആദ്യം സങ്കല്പിക്കുന്നു, പാത്രത്തിന്റെ ആകൃതി ഇന്നതാണ്, ആ പാത്രം ഉണ്ടാക്കുന്നതിന് ഇന്ന ഇന്ന സാധനങ്ങൾ വേണം, അത് ഇന്ന രീതിയിൽ സംഭരിക്കണം, സംഭരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇന്നതൊക്കെ ചെയ്യണം, അവസാനം അത് ഇന്ന രൂപത്തിലുള്ള പാത്രമാകും. സങ്കല്പം വേണ്ടേ? സങ്കല്പത്തെ തുടർന്നാണ് പ്രവൃത്തി. ഇത് ചിന്ത ഇതുമതി സത്യം. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കൂടി സാധ്യമല്ല, പിന്നെ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് സംസാരിയായ ഒരുവന് ജഗത്തിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. പൃഥിവ്യാദി വിന്യാസ വിശിഷ്ടം ജഗത് നിർമ്മിനിയാ. ചിന്തിക്കാൻ കഴിയാത്ത കാര്യം പൃഥിവ്യാദി വിന്യാസ വിശിഷ്ടം. പൃഥിവ്യാദി വിന്യാസം, ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാലോ. ഇവിടെ ഭൂലോകം, പിന്നെ പറയുന്നു ഭൂവർലോകം, സ്വർലോകം, പിന്നെ താഴോട്ട് 14 ലോകങ്ങൾ, ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ജഗത്ത് പൗരാണികന്മാർ പറയുന്ന ജഗത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ജഗത്ത്, അതാണ് വിന്യാസ വിശിഷ്ടം.
അല്ലെങ്കിൽ പഞ്ചഭൂത വിന്യാസത്തോടു കൂടിയിരിക്കുന്ന ജഗത്ത്. ഒരു മണൽത്തരിയെ കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്താ ഇതിന്റെ വ്യാപ്തി, എന്താ ഇതിന്റെ രഹസ്യം? അങ്ങനെയുള്ള ആ ജഗത്ത് കഥം നിർമ്മിനിയ, എങ്ങനെ നിർമ്മിക്കും? നിനക്കോ എനിക്കോ അത് സാധ്യമാകുമോ? അതോ അയുക്തം, അതുകൊണ്ടൊരു സംസാരി ജഗത്തിനെ സൃഷ്ടിച്ചു എന്നെങ്ങനെ പറയാൻ കഴിയും? ഇവിടെ ആരും സൃഷ്ടിച്ചു? പാത്രം ഉണ്ടാക്കുന്ന പോലെയാണോ ജഗത് സൃഷ്ടി? ചോദിച്ചാൽ പറയുന്നു എന്നാ സംസാരി തന്നെയാണ് ജഗത്തെ സൃഷ്ടിച്ചെന്ന് ഉറപ്പിച്ച് പറയുന്ന ആളാണ് പറയുന്നത്. എന്നാ അതല്ല എന്താണ് ശാസ്ത്ര, നിങ്ങളീ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നതല്ലേ? വേദത്തെ സ്വതപ്രമാണമെന്നല്ലേ? വേദത്തിൽ പറഞ്ഞാൽ പിന്നെ വേറൊരു പ്രമാണം കൊണ്ട് പരിശോധിച്ച് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ വേദം തന്നെ പറയുന്നു. അല്ലെങ്കിൽ വേദത്തെ അനുകൂലിക്കുന്ന മറ്റ് ശാസ്ത്രങ്ങൾ പറയുന്നു സംസാരി തന്നെയാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്. സിദ്ധാന്തമുണ്ട് പൂർവപക്ഷം. ഇങ്ങനെ ഏവമേവ അസ്മാദാത്മനഃ ഇത് ജഗതുത്പത്തിയാദർശയതി, ഇതെല്ലാം ആത്മനഃ തന്നിൽ നിന്നാണ്. സാധാരണ അദ്വൈതകൾ പറയുന്നത് ഞാനാണ് ഈ ലോകത്തെയൊക്കെ സൃഷ്ടിച്ചത്, ഞാൻ കാണുന്നതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്, ഞാൻ കണ്ടില്ലെങ്കിൽ ഇതൊന്നുമില്ല, ഞാൻ ഉറങ്ങിയല്ല, ഞാൻ ഉണരുമ്പോൾ ഉണ്ട്. മൂഢ വേദാന്തികൾ പറയും. അതുപോലെ എവിടെയും പറയുന്നു അസ്മദാത്മന, തന്നിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജഗതുത്പത്തിയാദർശി തസ്മാത് സർവം ശ്രദ്ധേയം. അതുകൊണ്ട് ശാസ്ത്രത്തിൽ ശ്രദ്ധ വേണം. ഇതി സ്യാദായമേക പക്ഷ, ഇങ്ങനെ ഒരു കൂട്ടർ പറയുന്നു സംസാരി തന്നെയാണ് സൃഷ്ടിച്ചത്, ഞാൻ സൃഷ്ടിച്ചനുഭവിക്കുന്നു. ഇനി അദ്വൈതി എന്താ പറയുന്നത്? ഞാൻ സൃഷ്ടിച്ചെന്നൊന്നും പറയില്ല. ഒരു അഹന്തയാണ്, അസംബന്ധമാണ്. സയൈവ ജഗത്കാരി സത്യജ്ഞാനാദിലക്ഷണ. ജഗത്തെ സൃഷ്ടിച്ചാരാണ്? സത്യജ്ഞാന ആനന്ദ രൂപത്തിലിരിക്കുന്നവൻ. ജഗത്തെ സൃഷ്ടിക്കുന്നതിനുള്ള സർവജ്ഞാന ഐശ്വര്യ വീര്യങ്ങളോടുകൂടിയവൻ പരമാത്മാ, അതാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്. തസ്മാദി ആത്മനശ്ചേതി സമാനാധികരണ്യതഃ. തസ്മാദാത്മനഃ എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ആത്മനഃ, എന്നിൽ നിന്ന്. ആത്മശബ്ദത്തിന്റെ അർത്ഥം അത് തന്നെയാണ്, താനാണ് സൃഷ്ടിച്ചത്. പക്ഷെ അവിടെ ഒരു ശബ്ദം കൂടെ ഉപയോഗിച്ചെന്താണ്? തസ്മാത് ആത്മന. തസ്മാതാത്മാന്ന് എന്തുകൊണ്ട് പറഞ്ഞു? സദൈവ സൗമ്യ ഇതമഗ്ര ആസീ സത്ത്. അവിടെ പറഞ്ഞു സത്ത്, അത് കഴിഞ്ഞ് തസ്മാത് എന്ന് പറഞ്ഞു. സർവനാമ ശബ്ദമാണ് തസ്മാത്. മുമ്പെന്ത് കാര്യം പറഞ്ഞു അതിനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഛാന്തോക്യത്തിൽ ചർച്ച ചെയ്താണ്. തസ്മാ മുമ്പ് എന്തിനെ കുറിച്ച് പറഞ്ഞു? സത്ത്. തസ്മാത് എന്ന് പറഞ്ഞാലോ ആ സത്തിൽ നിന്നാണ് സൃഷ്ടി. ശരി, അങ്ങനെ പിന്നെ എന്തിനാ ആത്മനഹ എന്ന് പറഞ്ഞു? എന്നിൽ നിന്ന് എന്തുകൊണ്ട് പറഞ്ഞു? പരമാത്മാവ് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ പോരെ. ഈ ആത്മനഹ എന്നിൽ നിന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സംസാരിയാണ് സൃഷ്ടിക്കുന്നത്. അത് കാരണം ഇവിടെ എന്തുകൊണ്ട് തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യത്, ആ സൃഷ്ടിച്ചിട്ട് അനുപ്രവേശം ചെയ്തിരിക്കുന്ന അവൻ തന്നെയാണ്. ഈ ജഗത്തിൽ അനുസ്യൂതമായി നിലനിൽക്കുന്നത് ആ സത്ത് തന്നെയാണ്. അതുകൊണ്ട് ആത്മനഹ എന്ന് വെച്ചാൽ തസ്മാത് ആത്മനഹ, ആ സദ്രൂപത്തിലുള്ള തന്നെ നിന്നും. ജീവഭാവത്തിലുള്ള ജ്ഞാനമല്ല, ആ സദ്രൂപത്തിലുള്ള തന്നെ നിന്നും
സദാശ്രയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ജഗത്ത് സദാശ്രയമായിരിക്കുന്നത്. അസ്ഥി 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 എന്നിങ്ങനെയുള്ള അനുഭവത്തിന് ആശ്രയമായി ജഗത്ത് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ആ സദ്രൂപത്തിലുള്ള തസ്മാദിത്യാത്മനശ്ചേതി തസ്മാദാത്മന സദ്രൂപത്തിലുള്ള തന്നെ. അപ്പൊ ആ സദ്രൂപത്തിലുള്ള താൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനല്ല, അവന് സത്തെന്ന് പറയാൻ കഴിയില്ല. ജനന മരണ അതീതനായിരിക്കുന്ന താൻ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ തുര്യനായി സ്ഥിതി ചെയ്യുന്ന താൻ തന്നിൽ നിന്നാണ് ഈ സൃഷ്ടി. അതാണ് അവിടെ സമാനാധികരണം എന്ന് പറയുന്നതാണ്. തസ്മാതാത്മനഃ ഒരേ അർത്ഥത്തെ പറയുന്ന ഒരേ വിഭക്തികളില്ലാതെ പ്രയോഗിച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കാതെ ആത്മനഃ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് അഹന്തയായിരിക്കും. അത് നിങ്ങൾ പറഞ്ഞ ശ്രുതികൾ തന്നെയാണ്. അതിൻ്റെ തന്നെ വെറും അച്ചർത്ഥത്തിൽ കുരുങ്ങിക്കിടക്കരുത്, താല്പര്യത്തിലേക്ക് പോകണം. അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? സർവജ്ഞ സർവവിത്ത്, സത്ത് സർവജ്ഞനാണ്, സർവവിത്താണ്. എന്താണ് നീ സംസാരിയായിരിക്കുന്ന ഈ സർവജ്ഞനും സർവവിത്തുമാണോ? സത്താണ് സർവജ്ഞനും സർവവിത്തുമായിരിക്കുന്നത്. ഈ ജനിച്ചു കഴിഞ്ഞു, സംസാരിയായി കഴിഞ്ഞു. ശരി, ഞാൻ ജനിച്ച സംസാരിയാണ് എങ്കിലും അതെനിക്കൊരു ഭ്രാന്തിയാണ്. ഞാൻ പരമാർത്ഥത്തിൽ ആ സത്താണ്, സത്സ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ് എങ്കിൽ നീ സർവജ്ഞനും സർവവിത്തും തന്നെ. ആ രീതിയിൽ. മറിച്ച് ഈ ശരീരത്തോടു കൂടിയവനാണെങ്കിൽ സർവജ്ഞനും സർവയുക്തമാകത്തില്ല. അതാണ് സർവജ്ഞനെ കുറിച്ചുള്ള ചർച്ച വരുമ്പോഴെല്ലാം നമ്മൾ പറയുന്നു. മനുഷ്യ ശരീരത്തോടു കൂടിയവൻ, ഈ ദേഹബോധത്തോടു കൂടിയിരിക്കുന്നവൻ, അവന് പരിമിതികളുണ്ട്. എന്തുകൊണ്ട്? അവൻ ഈ ജാഗ്രതത്തിലിരിക്കുന്നു, സ്വപ്നത്തിലേക്ക് പോകുന്നു, സുഹൃത്തിയിലിരിക്കുന്നു, അവസ്ഥാന്തരങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവന് സാധ്യമല്ല സർവജ്ഞനായിരിക്കാൻ. ആ സത് രൂപത്തിൽ അവൻ സർവജ്ഞനാണ്, ജ്ഞാനരൂപത്തിൽ അവൻ സർവജ്ഞനാണ്, ആനന്ദരൂപത്തിൽ അവൻ സർവജ്ഞനാണ്. യോ അസ്നായ പിപാസി അത്യേതി. അതാ മനുഷ്യരൂപത്തിലിരുന്നുകൊണ്ട് നിനക്ക് സർവജ്ഞനാകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അസ്നായ പിപാസേ, വിശക്കുന്നു, ദാഹിക്കുന്നു, എനിക്ക് ഭക്ഷണം കഴിക്കണം. ഒത്തിരി പരിമിതികളുണ്ട്. ശരീര ഇന്ദ്രിയ മനസ്സുകൾ സൃഷ്ടിക്കുന്ന, ഈ ഉപാധികൾ സൃഷ്ടിക്കുന്ന പരിമിതി. ഇതിന് അത്യേതി, ഇതിനെ അതിക്രമിച്ച ഒരു സ്വരൂപമുണ്ട്. ആ സ്വരൂപത്തിലാണ് സർവജ്ഞത്വം. ആ സ്വരൂപത്തിലാണ് ഈ സൃഷ്ടി കർത്തൃത്വം. അവിടെ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് അസംസാരിയാണ്. അസംഗോ നഹി സജ്ജതേ, അസംഗനാണ്. ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ട് ബാല്യം, യൗവനം, വാർദ്ധക്യം, ജനനം, മരണം ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനെങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും? പക്ഷെ അവിടെ തന്നെ അവൻ തുരീയ രൂപത്തിലിരുന്നു കൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവൻ അസംഗനാണ്. ഏതസ്യവാക്ഷരസ്യ പ്രശാസനെ പറയുന്നു. ആ അസംഗമായ തത്വത്തിന്റെ അക്ഷരസ്യ പ്രശാസനെ, അവന്റെ ഭരണത്തിന് കീഴിലാണിതെല്ലാം. അല്ലാതെ ഈ ശരീരാഭിമാനിയായ കേവല ജീവന്റെ ഭരണത്തിന് കീഴിലല്ല ഇത് നടക്കുന്നത്. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവന്റെ ഭരണത്തിലല്ല ഈ ജനന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ എങ്ങനെയോ അറിയാതെ ജനിച്ചു പോകും, അതുപോലെ അറിയാതെ മരിച്ചും പോകും. ഏത് നിമിഷം, എങ്ങനെ, എപ്പോ, ഏത് സ്വഭാവത്തിലൊന്നും അറിയാൻ വയ്യ. ആർക്കറിയാതെ?
ഏത് തരത്തിലാണ് സംഭവിക്കുന്നത്, ഏത് രൂപത്തിലാണ്. അവന് ആ അറിവില്ലാത്തവനെങ്ങനെയാണ് ഇതിനെ സൃഷ്ടിക്കുന്നത്? മറിച്ച് ഏതസ്യ പ്രശാസനെ ഇതിനെ ഭരിക്കാൻ ഒരാളുണ്ട്. സൃഷ്ടിച്ച ആള് തന്നെ പ്രശാസനം ചെയ്യുന്നു സ്ഥിതി. അയാൾ തന്നെ സംഹരിക്കുന്നു. അയാൾക്കറിയാം എന്നാ സംഭവിക്കുന്നത്. ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്നവൻ അസംസാരി. സർവേഷു ഭൂതേഷു തിഷ്ഠൻ അന്തര്യാമി അമൃത. സർവഭൂതങ്ങളിലും സർവപ്രാണി ശരീരങ്ങളിലും എന്താ ഈ ശരീരത്തിൽ അഭിമാനത്തോടുകൂടി ഞാൻ യുവാവാണ്, വൃദ്ധനാണ്, ബാലനാണ്, ഇത്തരത്തിലുള്ള ഈ അഭിമാനത്തോടുകൂടി ഇരിക്കുന്നവനാണോ സൃഷ്ടിക്കുന്നത്? മറിച്ച് അവൻ പരിച്ഛിന്നനാണ്. ഞാൻ എന്റെ ശരീരത്തിൽ ഒതുങ്ങിപ്പോകുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും അല്ലേ? താൻ ചെയ്യുന്നതെല്ലാം തന്നെ കേന്ദ്രീകരിച്ചാണ്. സർവരും ശരീരം എടുത്തിട്ടുള്ള സർവരും ആത്മസുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ചില ആൾക്കാർ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു, ചില ആൾക്കാർ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, ചിലർ വിവേകത്തോടുകൂടി ചെയ്യുന്നു, ചിലർ വിവേകമില്ലാതെ പ്രവർത്തിക്കുന്നു. ചിലർ ധർമ്മം, ചിലർ അധർമ്മം, ചിലർ നീതി, ചിലർ അനീതി, ചിലർ സത്യത്തെ അന്വേഷിക്കുന്നു, ചിലർ സത്യത്തെ തിരസ്കരിക്കുന്നു, ചിലർ ആധ്യാത്മികം, ചിലർ ഭൗതികം. ഈ ശരീരത്തിനുള്ളിൽ ശരീരബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന സർവ്വജീവന്മാരും ആത്മസുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അവനാണ് സൃഷ്ടിക്കുന്നത്. സൃഷ്ടിച്ച സംഹാരങ്ങൾ അവന് സാധ്യമാകും. അവന് സ്വാർത്ഥതയുണ്ട്. സർവ്വർക്ക് എന്റേതായ. ചിലർക്ക് ശരീരത്തിൽ സ്വാർത്ഥത, ചിലർക്ക് തന്റെ ഉടയവരിൽ സ്വാർത്ഥത, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കൾ, ആ സ്വാർത്ഥത. ചിലർക്ക് അത് കഴിഞ്ഞ് തന്റെ സ്വത്തിൽ സ്വാർത്ഥത. ചിലരുടെ സ്വാർത്ഥത വരുന്നത് തന്റെ നാട്ടിൽ സ്വാർത്ഥത വരുന്നു. ചിലരുടെ സ്വാർത്ഥത വരുന്ന ഈ ലോകത്തിന് മുഴുവൻ സ്വാർത്ഥത വരും. വലിയ സ്വാർത്ഥത. മറിച്ച് ആണെങ്കിലോ സർവഭൂതേഷു തിഷ്ഠൻ. അവൻ ഈ ശരീരത്തിലല്ല ഇരിക്കുന്നു. അതുകൊണ്ട് അവന് ചെറുതും വലുതുമായ സ്വാർത്ഥതകളില്ല. മറിച്ച് സർവഭൂതേഷു തിഷ്ഠൻ അഹമാത്മാ ഗുഡാകേശ. സർവഭൂതാശയസ്ഥിതൻ. അവൻ സർവഭൂതാശയസ്ഥിതനായിരുന്നുകൊണ്ട് അന്തര്യാമിയായിരിക്കുന്നു. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. അന്തര്യാമി അമൃത. അവന് ഈ പറയുന്ന തുടക്കം ഒടുക്കം, ജനനം മരണം, ഒരു ശരീരത്തിലേക്ക് താതാത്മ്യപ്പെടുക, പിന്നെ ആ ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകാതില്ല. സർവാന്തര്യാമിയായിരിക്കുന്നു. എല്ലാ ശരീരങ്ങളിലും ഒരേപോലെ സ്ഥിതി ചെയ്യുന്നു. അതേസമയം അതിനോട് താതാത്മ്യപ്പെടാതെ അസംഗനായിരിക്കുന്നു. അങ്ങനെ ഒരു പരമാത്മാവാണ് ഇത് സൃഷ്ടിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? താൻ പുരുഷാൻ നിരഹ്യ അതിക്രാമൻ. അവന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ് ഈ ജീവന്മാരെല്ലാം. പുരുഷാൻ ഇവനെല്ലാം എന്ത് ചെയ്യുന്നു? യന്ത്രാരൂഢാനി മായ ഭ്രാമയൻ. ഇതിനെല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ജനന മരണം ഇതിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു മായ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിക്രാമം. അതിനുപരിയായും സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ കറങ്ങണമെങ്കിൽ കറങ്ങാത്ത ഒരാശ്രയം വേണം. ആശ്രയമായി അവൻ സ്ഥിതി ചെയ്യുന്നു. സവ യേശ മഹാ നഞ്ച ആത്മാ. അവൻ ഇതുവരെ ജനിച്ചിട്ടില്ല. അവൻ ശരീരത്തെ സ്വീകരിക്കുന്നില്ല, വിടുന്നില്ല. മഹാൻ. അവൻ സർവവ്യാപിയാണ്, ആകാശത്തെക്കാൾ വ്യാപിയാണ്.
അവൻ ആകാശത്തെയും ഉൾക്കൊള്ളുന്നവനാണ്. യശസ്വീകർ വിദ്ധരണ. നീ ആരുടെ നിയമം അനുസരിച്ച് ജീവിക്കുന്നു പറയും, ഞാൻ എന്റെ നിയമം അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഒരിക്കലും സാധ്യമല്ല. അവനാണ് വിധരണൻ, ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങളെ നടത്തിപ്പോകുന്നവൻ. അഗ്നി ഉഷ്ണമായിരിക്കട്ടെ, അവന് നിയമം ചെയ്തിരിക്കുകയാണ്. ജലം ശീതമായിരിക്കട്ടെ, വായു വീശട്ടെ, പൃഥ്വി കഠിനമായിരിക്കട്ടെ, ആകാശം വ്യാപകമായിരിക്കട്ടെ, ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു. ആ നിയമങ്ങൾക്കനുസരിച്ച് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു. അതായത് നീ ഉണ്ടാക്കിയാണ്. ഏതെങ്കിലും ഒരു സംസാരിക്കാതെ കഴിയും? ഇങ്ങനെ ഒരു നിയമത്തെ ഉണ്ടാക്കാൻ തന്റെ സങ്കല്പം കൊണ്ടാണോ അതുണ്ടാകുന്നത്? അഗ്നി ഉഷ്ണമായിരിക്കുന്നത് താൻ സങ്കല്പിച്ചാൽ അത് ശീലമാകുമോ? സർവവ്യാപകമായിരിക്കുന്ന ആകാശം താൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യാപകത്വത്തെ കളയും. അതിനുള്ള സങ്കല്പശക്തി തനിക്കുണ്ടോ? ആർക്കാവുള്ളത്? ഈ ശരീരത്തോടുകൂടി ആർക്ക് ഈ ആകാശത്തെ ആകാശം അല്ലാതാക്കാൻ കഴിയും? അത് യേശ ഹേതു. അങ്ങനെ ഒരാളുണ്ട്, ഒരു തത്വം. അതൊരു വ്യക്തിയല്ല, ശരീരത്തോടുകൂടിയാണല്ല. ആ തത്വം അതാണ് പരമാത്മാവ്. സർവസ്യ വശി സർവസ്യ ഈശാനഃ. അങ്ങനൊരു തത്വമായതുകൊണ്ട് വ്യക്തിയായ അത് സാധ്യമാകത്തില്ല, പരിമിതി വരും. തത്വമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ സർവത്തെയും തനിക്ക് അധീനമാക്കിയിരിക്കുന്നു. ഒരു പുൽക്കൊടി പോലും അവന്റെ ഇച്ഛയ്ക്ക് വിധേയമായി ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു. സർവസ്യ ഈശാനഃ. അവൻ സർവത്തെയും ഭരിക്കുന്നവനാണ്. എന്താ ഇത്രയും ഉദാഹരണം കൊടുക്കുന്ന കാരണം? ഇവിടെ മുമ്പ് പറഞ്ഞയാള് ശ്രുതിയെ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ആത്മനഃ സൃഷ്ടി, എന്നിൽ നിന്നാണ് സൃഷ്ടി എന്ന് പറഞ്ഞത്. നിനക്കത് സാധിക്കുമോ? ഞാൻ കാണുന്നത് കൊണ്ടാണ് സൃഷ്ടിയെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? സൃഷ്ടിക്കുന്നവൻ എന്തൊക്കെ യോഗ്യതകൾ വേണം അതാ പറയുന്നു. സർവസ്യ ഈശാനനായിരിക്കുന്നു. ആത്മാ അപഹതപാത്മാ വിചരോ വിമൃത്യു. അവൻ പാപരഹിതനാണ്, ജരയില്ലാത്തവനാണ്. നീ എന്താണ് ജരയും നരയും എല്ലാം ബാധിച്ചത്? ഞാൻ വൃദ്ധനായി, എന്റെ ശക്തിയെല്ലാം ചോർന്നുപോയി, എന്റെ ഓർമ്മയെല്ലാം കുറഞ്ഞു എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. നിനക്കെങ്ങനെ ഇത് സൃഷ്ടിക്കാൻ കഴിയും? നാളെ നീ അപ്രത്യക്ഷമാകും. വല്ല കഴുകനോ നായോ ഭക്ഷണമാക്കും, അല്ലെങ്കിൽ ഭസ്മമാകും, അല്ലെങ്കിൽ പുഴു തിന്നും. മൃത്യുവിനെ നീ വിധേയനാണ്. എന്താ ഈ ശരീരം എടുത്ത് ആരെങ്കിലും എത്ര പരമയോഗ്യനായിക്കൊള്ളട്ടെ, ഈ മൃത്യുവിനെ വിധേയനാകാതിരുന്നിട്ടുണ്ടോ? മൃത്യുവിന് വിധേയനാകും. ഇതങ്ങനെയല്ല. ആ തത്വം മൃത്യുവില്ല, അത് ആ തത്വമായി തന്നെ നിലനിൽക്കുന്നു. ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും അത് ഈ വികാരങ്ങൾക്ക് വിധേയമാകാത്ത തത്വമായി സ്ഥിതി ചെയ്യുന്നു. അതാണ് പരമാത്മാവ്. എന്നിട്ട് പറയുന്നു, ആ സത്ത് എന്ന തത്വം അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ശ്രുതി പറഞ്ഞ ചാന്തോക്യത്തിൽ എന്താണ്? തത് തേജോ അസൃജത. ആ സത്താണ് തേജസ്സിനെ സൃഷ്ടിച്ചത്. നീ സങ്കല്പിച്ചതുകൊണ്ട്, നീ കാണുന്നതുകൊണ്ട് ഈ ലോകം ഉണ്ടായതൊന്നുമല്ല. ശുദ്ധ സംബന്ധമാണത്. നിനക്കതിനുള്ള ശേഷിയില്ല. നീ ഉണ്ടാക്കുന്ന ലോകമുണ്ട്. നിനക്ക് വേണ്ടി വന്ന ഒരു പാത്രം ഉണ്ടാക്കും, വേണ്ടി വന്ന 2 സന്താനങ്ങളെ ഉണ്ടാക്കാം. ഇതൊക്കെ നടക്കും. ജഗത് സൃഷ്ടി, തേജസ് എന്ന് പറയുന്നതാണ് ജഗത് സൃഷ്ടി. തേജസ്സിനെ സൃഷ്ടിക്കാൻ നിനക്ക് പറ്റും, അഗ്നിയെ സൃഷ്ടിക്കാൻ പറ്റും. നിനക്കിവിടെ കർഷണം ചെയ്ത് ഇവിടെ ഉള്ള അഗ്നി വേണമെങ്കിൽ പ്രകടമാക്കാം, നേരത്തെ ഉള്ളതുകൊണ്ട്. അത് സാധ്യമല്ല. ആത്മാവാ ഇതം ഏക ഏവ അദ്യ ആസി.
എന്തുകൊണ്ട് ഈ സൃഷ്ടിയിൽപ്പെട്ട ആരും ഈശ്വരനല്ല എന്ന് പറയുന്നു, സൃഷ്ടികർത്താവല്ല എന്ന് പറയുന്നു? കാരണം ഈ സൃഷ്ടിക്ക് മുമ്പ് അഗ്രേ ആസി, പ്രളയകാലത്തിലും സൃഷ്ടിക്ക് മുമ്പ് പ്രളയമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന നിന്നെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഈ ഞാൻ, ഈ ജഗത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. സത്തായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് സൃഷ്ടികർത്താവ്. സൃഷ്ടികർത്താവ്, അങ്ങനെ ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെങ്കിൽ, സർവജ്ഞാന ഐശ്വര്യനായ ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെങ്കിൽ എന്തിന് ഈ വൈഷമ്യമുള്ള സൃഷ്ടിയെ എങ്ങനെ സൃഷ്ടിച്ചു? ജീവന്മാർക്ക് സുഖവും ദുഃഖവും കൊടുക്കുന്നു, അല്ലേ? ക്രൂരതയും കാരുണ്യമുള്ള ഒരു സൃഷ്ടി. അതാണ് നിരപരാധിയെ ശിക്ഷിക്കുന്നു, അപരാധി രക്ഷപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സൃഷ്ടി വൈഷമ്യം എന്ന് പറയും. ഒരു തരത്തിലും ഈ സൃഷ്ടി തത്വത്തെ ന്യായീകരിക്കാൻ വയ്യ. അങ്ങനെ ഒരു സൃഷ്ടികർത്താവ് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ സമത്വ സുന്ദര ശാന്തമായിരിക്കണം. ഇതുപോലൊരു സൃഷ്ടികർത്താവാണ്. യാതൊരു സച്ചിദാനന്ദ സ്വരൂപനായ ഒരു സൃഷ്ടികർത്താവാണെങ്കിൽ ലോകം സച്ചിദാനന്ദ സ്വരൂപമായിരിക്കും. കാരണം പോലെ കാര്യം വരണം. മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടായാൽ മണ്ണിനെ പോലെ ഇരിക്കും, മണ്ണ് തന്നെയായിരിക്കും. സ്വർണ്ണത്തിൽ നിന്നുണ്ടാകുന്ന വള സ്വർണം പോലെ ആയിരിക്കും. അപ്പൊ സച്ചിദാനന്ദ സ്വരൂപനിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായെങ്കിൽ ഈ ലോകം എന്തുകൊണ്ട് സച്ചിദാനന്ദ സ്വരൂപനാകുന്നില്ല? അവിടെ സദ്ഗുണങ്ങളല്ലേ കാണാൻ പാടുള്ളൂ. പരമകാരുണിക അനന്ത കല്യാണ ഗുണനിധി എന്ന് പറയുന്നു. അവിടെ കാരുണ്യത്തിന് പകരം ഹിംസ എങ്ങനെ അവിടെ വരും? സൃഷ്ടിയിൽ മുഴുവൻ കാണുന്ന ഹിംസയാണ്. ഒന്നിനെ കൊന്നു തന്നുന്നു, ഒന്നിന്റെ നാശത്തിന് മറ്റൊന്ന് വളരുന്നു, ഒന്നിന്റെ വേദനയാണ് മറ്റൊന്നിന്റെ ആഹാരമായിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? വൈഷമ്യ നൈർഘൻ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ സൃഷ്ടി ഇതെങ്ങനെ സംഭവിക്കും? ന ലിപ്യതേ ലോകദുഃഖേന ബാഹ്യ. സൃഷ്ടിച്ചു എന്ന് പറയുന്ന അതാണ്. പക്ഷെ അവൻ സൃഷ്ടിയിൽ നിന്ന് സ്വതന്ത്രനാണ്. ലൂത ദൃഷ്ടാന്തം പറഞ്ഞ അതാണ്. ആ കീടം തന്റെ വലയുണ്ടാക്കി, പക്ഷെ അതിന് സ്വാതന്ത്ര്യമുണ്ട്. അത് വല ഛിന്ന ഭിന്നമായി പോയാലും കാറ്റത്ത് അവൻ രക്ഷപ്പെട്ടിരിക്കും. സൃഷ്ടിയിൽ ഇതുകൊണ്ട് ശരിയാണ്. വൈഷമ്യങ്ങളെല്ലാം ഉണ്ട് സൃഷ്ടിയിൽ, സമ്മതിക്കുന്നു. പക്ഷെ സൃഷ്ടികർത്താവ് അതല്ല. സച്ചിദാനന്ദം സൃഷ്ടികർത്താവിന്റെ സ്വരൂപമാണ്. പിന്നെ ഈ വൈഷമ്യങ്ങൾ എന്തിന്? ആ സൃഷ്ടികർത്താവിന്റെ സ്വരൂപത്തെ ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വൈഷമ്യങ്ങളെല്ലാം. സച്ചിദാനന്ദത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈഷമ്യങ്ങളെല്ലാം. അതിനൊരു ഉപായമായിട്ട് ഇതും വച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താ ഗുണം? ന ലിപ്യതേ ലോകദുഃഖേന. ആ ലോകദുഃഖങ്ങളുമായിട്ടെല്ലാം ഈ സൃഷ്ടികർത്താവിന് യാതൊരു ബന്ധവുമില്ല. സച്ചിദാനന്ദ സ്വരൂപന് യാതൊരു ബന്ധവുമില്ല. ഈ വൈഷമ്യങ്ങളെല്ലാം ആർക്കാ ചോദ്യ ചിഹ്നങ്ങളാകുന്നത്? ഇത് കാണുമ്പോൾ അസന്തുഷ്ടനാകുന്ന ആരാണ്? ഇത് അസഹ്യമായി തീരുന്ന ആർക്കാണ്? സച്ചിദാനന്ദ സ്വരൂപനാണോ? അല്ല. സച്ചിദാനന്ദ സ്വരൂപനിൽ ഇതിങ്ങനെ അല്ലെങ്കിൽ ആ സച്ചിദാനന്ദ സ്വരൂപന്റെ സൃഷ്ടി ഇങ്ങനെയല്ല. മറിച്ച് ആ സൃഷ്ടിയിൽപ്പെട്ടവന്റെ സൃഷ്ടിയാണ് ഈ കാണുന്ന വൈഷമ്യങ്ങളെല്ലാം. സച്ചിദാനന്ദ സ്വരൂപനിൽ വൈഷമ്യമുള്ള സൃഷ്ടിയില്ല. പിന്നെ ഈ സൃഷ്ടി എങ്ങനെ വൈഷമ്യം വന്നു?
എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചോദിക്കുന്നുണ്ടോ? ചോദിക്കുക, അന്വേഷിക്കുക, അപ്പോൾ കണ്ടെത്തും ഇതിന്റെ സത്യം എന്താണ്. അവിടെ വൈഷമ്യമില്ല. അവിടെ സച്ചിദാനന്ദം തന്നെയാണ്. എന്ന ലിപ്യതേ ആണ് പറയുന്നത്. അവിടെ സൃഷ്ടിയുടെ ഇതൊന്നും അവനെ ബാധിക്കുന്നില്ല, തത്വത്തെ ബാധിക്കുന്നില്ല, തത്വത്തെ ബോധിക്കുന്നവനെ ബാധിക്കുന്നില്ല. അവിടെ സൃഷ്ടിയിൽ വൈഷമ്യമില്ല. അനുഭവപ്പെടുന്നതോ ഇതനുഭവപ്പെടുന്നത് ഈ അനുഭവത്തെ മാറ്റുന്നതിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് മാത്രം. ഈ അനുഭവം മാറിപ്പോകുന്നതാണ്. അപ്പോൾ അവിടെ സൃഷ്ടിയെക്കുറിച്ച് അസ്വസ്ഥമായുള്ള കാര്യമില്ല. എന്തുകൊണ്ട്? സൃഷ്ടികർത്താവ് അസംഗനാണ്. ലിപ്യതേ. അതുകൊണ്ട് സൃഷ്ടികർത്താവിനെ സംബന്ധിച്ചൊരു കാര്യമല്ല, ഒരു ചോദ്യചിഹ്നമല്ല. അത് സൃഷ്ടികൾക്കാണ്. അത് സൃഷ്ടികർത്താവ് തന്നെ അങ്ങനെ വച്ചിരിക്കുകയാണ്. എന്തിനാ? ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി ഇത്യാദി ശ്രുതി ശതേഭ്യ. അങ്ങനെ അസംസാരിയായ ഒരു സൃഷ്ടികർത്താവിനെ കുറിച്ച് പറയുന്നതിന് ഭാഷ്യകാരൻ പറയുന്നു, എന്റെ കയ്യിൽ 100 കണക്കിന് ശ്രുതിയുണ്ട്. പിന്നെയാണ് ഒരു ശ്രുതിയെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് തെറ്റായി മനസ്സിലാക്കിയിട്ട് ഈ സൃഷ്ടിയിൽപ്പെട്ട ഒരുവൻ പറയുന്നു, ഞാനാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിയെ അനുകൂലിക്കുന്ന സ്മൃതികളും പറയുന്നു, സ്മൃതിശ്ചഹം സർവസ്യ പ്രഭു മത്ത സർവം പ്രവർത്തതേ. ഞാനാണിതിന്റെ എല്ലാം ഉറവിടം. എന്നിൽ ഇതെല്ലാം പ്രതീതമായിരിക്കുന്നു. ഇത് പരോ അസ്ത്യസംസാരി ശ്രുതി സ്മൃതി ന്യായേഭ്യശ്ച. എന്താണ്? പരനൊരുവനുണ്ട്, സംസാരിയല്ല അസംസാരിയായ ഒരുവനുണ്ട്. അതിന് ശ്രുതിയുണ്ട്, സ്മൃതിയുണ്ട്. ഇനി ശ്രുതി സ്മൃതിയും നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങളുടെ യുക്തിയെ സ്വീകരിക്കുക. ന്യായം, യുക്തിയെ സ്വീകരിക്കുക. എന്നാലും അത് സ്വീകരിക്കാം. സച കാരണം ജഗത. അങ്ങനെയുള്ള അസംസാരിയാണ് ജഗത്തിന്റെ കാരണം. സിദ്ധാന്തം സച്ചിദാനന്ദ സ്വരൂപമാണ്. അതിൽ നിന്നാണ് ഈ ജഗത്ത് സൃഷ്ടിമായത് എന്നാണ്. പക്ഷെ പൂർവക്ഷി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ 100 ശ്രുതി ഇവിടെ കൊണ്ടുപോകും, എന്നിട്ട് സമ്മതിച്ചു സൃഷ്ടികർത്താവ് അസംഗനാണ്, അതാണ് ഇതാണെല്ലാം സമ്മതിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ ശ്രുതിയുടെ കാര്യം, ശ്രുതിയുടെ ഒരു ഭാഗം പ്രമാണവും വേറൊരു ഭാഗം പ്രമാണം കാണുമ്പോൾ നിങ്ങൾ കണ്ടടക്കുക, തള്ളിക്കളയുക. അത് ശരിയാകത്തില്ല. അതിന് അർത്ഥജരതീയ ന്യായങ്ങൾ. ഒരു മനുഷ്യൻ അവന്റെ അരയ്ക്ക് മേഖലയിൽ വാർദ്ധക്യം, അരയ്ക്ക് താഴെ ബാല്യം, അത് സംഭവിക്കുന്നു. പകുതി ശരീരം വാർദ്ധക്യവും അർദ്ധനാരീശ്വരനെ പോലെ, പകുതി വൃദ്ധനായിരിക്കുക, പകുതി യുവാവായിരിക്കുക, അത് സംഭവിക്കുന്നു. അതുപോലെ നിങ്ങൾ പറയുന്ന ശ്രുതിയുടെ ഒരു ഭാഗം എടുത്തിട്ട് അവിടെ നിന്ന് 100 പ്രമാണത്തെ ഉദ്ധരിച്ചിട്ട് പറയുന്നു ജഗത്സൃഷ്ടാവ സംസാരിയാണ്. ഞാൻ പറയുന്നു ആ ശ്രുതിയിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നു അസ്മാദാത്മനഃ, എന്നിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്ന ശ്രുതി പറയുന്നുണ്ട്. ഈ സംസാരണയോ ഉത്പത്തിയും ദർശയതി. എന്താ അതിന് നിങ്ങൾ മറുപടി പറയാത്ത? കണ്ടില്ലെന്ന് കാണിച്ചത് പറയുന്നു. ഇവിടെ ആത്മനഃ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ മനസ്സിലാക്കിയില്ല. എന്താ അവിടെ പറഞ്ഞത്? യേശു അന്തർഹൃദയ ആകാശീതി പരസ്യ പ്രകൃതത്വ അസ്മാദാത്മനയുക്ത പരസ്യ പരാമർശ. അങ്ങനെ പറയും ശ്രുതി. അഹമാത്മാ ഉദാകേശ സർവഭൂത സ്ഥിത അഹമാദിശ്ച മധ്യഞ്ച ഭൂതാനാം അന്തേവച. അവിടെയൊക്കെ അഹം, ആത്മാ എന്നെല്ലാം പറയുന്ന ശബ്ദങ്ങൾ ഒരു വ്യക്തിയുടെ ശരീരം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന അഹംബോധത്തെയാണോ കാണിക്കുന്നത്? എന്നിട്ട് പറയണോ ഞാനിതിനെ സൃഷ്ടിച്ചു? അങ്ങനെയാണോ ഉപദേശിക്കുന്ന ആളുടെ താല്പര്യം ഈ അഹംബോധത്തോടുകൂടി നിൽക്കുന്ന ജീവനാണോ? അല്ല, മറിച്ച് തത്വത്തെയാണ്.
തത്വത്തെ ബോധം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ, അറിവെന്ന മാധ്യമത്തിലൂടെ ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടി അറിവിന്റെ പ്രാഥമികമായ രൂപമായ അഹന്തയെ ആശ്രയിക്കേണ്ടി വരും. അഹന്തയിലൂടെ അത് വെറും ഒരു ചൂണ്ടുപലകയാണ്. അഹം ശബ്ദം അതിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? ആ പരമമായ തത്വത്തെയാണ്, സച്ചിദാനന്ദ സ്വരൂപത്തെയാണ്. ഞാൻ അതാണ്, അങ്ങനെയുള്ള ഞാൻ സർവഭൂതാശയസ്ഥിതനായിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? ആ പ്രകടനം മുമ്പും പിമ്പും പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു നോക്കുക. യേശു അന്തർഹൃദയ ആകാശ ഇത് പരസ്യ പ്രകൃതത്വ, ആ പരമാത്മാവിനെ കുറിച്ച് പറയുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അസ്മാദാത്മഹേതിയുക്ത പരസ്യ പരാമർശം. അതുകൊണ്ട് അസ്മാദാത്മഹ എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഈ അഹംബോധത്തോടുകൂടി ഇരിക്കുന്ന ഒന്നല്ല. പലരും ചോദിക്കും ഗീതയിലെ ഉപദേശം കേട്ട്. കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, പണ്ടങ്ങാണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അർജുനന് ഉപദേശം കൊടുത്ത ആ വ്യക്തി, അദ്ദേഹം അറിവുള്ള ആളായിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷെ എന്നാലും ഞാൻ എന്ന് ഈ ശരീരബോധത്തോടുകൂടി ഇരുന്നു കൊണ്ട് തന്നെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അതങ്ങനെ സാധിക്കും? എന്തായാലും കൃഷ്ണനൊരു വ്യക്തിയല്ലേ, കൃഷ്ണനും ജനിച്ച ആളല്ലേ. അങ്ങനെയുള്ള കൃഷ്ണൻ, നമ്മളെന്താ പറയുന്നത്, കൃഷ്ണൻ ഒരു ഗുരുവായിരുന്നു, മുമ്പ് ജനിച്ചിരുന്നു, ഉപദേശിച്ച ആളാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് അതങ്ങനെ പറയാൻ കഴിയും എന്നാണ്. എന്നാ സന്ദർഭം നോക്കുക. അവിടെ എന്താണ്? അന്തരീക്ഷ അന്തർഹൃദയ ആകാശേ, ആ ഹൃദയാകാശത്തിൽ ഇത് പരതത്വത്തെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നു. തന്റെ തന്നെ പരതത്വത്തെക്കുറിച്ച്, അഹം ബ്രഹ്മാസ്മി തത്വമസി, എല്ലായിടത്തും ആ ജീവനിൽ നിഷ്ഠമായ പരതത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. അതിനവിടെ അഹം ശബ്ദം ഉപയോഗിക്കും, ചിലടത്ത് ത്വം ശബ്ദം ഉപയോഗിക്കും, ചിലടത്ത് സർവശബ്ദം ഉപയോഗിക്കും. ത്വം ശബ്ദം ഉപയോഗിച്ചാൽ നീ ആ തത്വമാണെന്ന് മനസ്സിലാക്കും. അഹം ശബ്ദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ തത്വമാണെന്ന് വെളിപ്പെടുത്തുന്നു. സർവശബ്ദം സർവം ഖണ്ഡിതം ബ്രഹ്മ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സർവവും ആ തത്വമാണെന്ന് വെളിപ്പെടുന്നു. ഉപദേശ സന്ദർഭമനുസരിച്ച് ശബ്ദങ്ങളെ സൗകര്യം പോലെ ഉപയോഗിക്കുക. അതുകൊണ്ട് അഹം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയല്ല. അതാണ് എപ്പോഴും പറയാറുള്ളത്. ഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ശ്രീകൃഷ്ണൻ ഒരു വ്യക്തിയല്ല. ഒരു വ്യക്തിയാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ എല്ലാം സർവ്വതിന്റെ അടിത്തറ പോയി, ആധ്യാത്മിക തത്വത്തിന്റെ അടിത്തറ പോയി. കുറച്ചു കഴിയുമ്പോൾ ഗുരു എന്ന് പറയുന്നത് ലാമിനേറ്റഡ് ഫോട്ടോ ആയി മാറും, വ്യക്തിയും പോകും, പിന്നെ അതാവും ഗുരു. അത് തത്വമാണ്. എന്തുകൊണ്ട്? ആ തത്വത്തെയാണ് പറയുന്ന അസ്മാദാത്മനഃ, എന്നിൽ നിന്ന്. അല്ലെങ്കിൽ എന്താണ് അവിടെ മുഴുവൻ ശ്രീകൃഷ്ണൻ തന്നെ പുകഴ്ത്തിയിരുന്നു. മത്തസർവം പ്രവർത്തതേ അഹം ആദിശ്ച മധ്യഞ്ച ഭൂതാന മന്ദയേവച്ച. ഇതൊക്കെ ഒരു വ്യക്തി തന്നെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമായി പോകും. മറിച്ച് അത് കേൾക്കുന്നവൻ അതിനെ വ്യക്തിയിൽ ആരോപിക്കുന്നു. വ്യക്തിയിൽ ആരോപിച്ചിട്ട് ക്രമേണ അതിനെ ഫോട്ടോയാക്കി എടുക്കുന്നു, ലാമിനേറ്റ് ചെയ്യുന്നു. തത്വത്തെ ലാമിനേറ്റ് ചെയ്യും. ഇതൊക്കെ എന്താണ്? ഈ കേൾവിക്കാരുടെ അസംബന്ധങ്ങൾ, മൂഢബുദ്ധി ചെയ്യുന്ന വിവരക്കേടുകൾ. അത് അവിടെ പറയുന്നില്ല. പറയുന്നു അവിടെ അസ്മാദാത്മന, ഞാനെന്നും എന്റേതെന്നുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കും. അങ്ങനെയല്ലേ പറയാൻ കഴിയും? മനസ്സിലാകണ്ടേ? അതവന് വിപരീത ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് അവന്റെ വിപരീത ബുദ്ധിയെ നിരാകരിക്കാൻ വേണ്ടി തത്വത്തെ വെളിപ്പെടുത്തിയതാണ്. അവിടെ ഗ്രഹിക്കേണ്ട തത്വത്തെയാണ്, ശരീരത്തെയല്ല, ശരീരസംബന്ധിയായിരിക്കുന്ന അഹന്തയല്ല. തത്വത്തെ ഗ്രഹിക്കണം. വിധിയുക്ത പരസ്യവ പരാമർശം. എവിടെയെല്ലാം അങ്ങനെ പരാമർശങ്ങളുണ്ടോ, അഹമാദിച്ച മധ്യഞ്ച ഭൂതാന മന്ദ, അത് വ്യക്തി പരാമർശങ്ങളല്ല. വ്യക്തിക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. അഹന്തയുള്ളിടത്തെ വ്യക്തിക്ക് സ്ഥാനമുണ്ട്.
തത്വത്തിൽ വ്യക്തിക്ക് ഒരു സ്ഥാനമില്ല. അവിടെ ലാമിനേഷൻ ഒരു സ്ഥാനമില്ല. എന്താണ് പരസ്യവ പരാമർശ? അവിടെ ഗുരു തന്നെയാണ് പറഞ്ഞത്, ലോകഗുരുവിന്റെ പരാമർശം തന്നെയാണ്. പക്ഷെ അവിടെ പരതത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഒരിക്കലും സ്വന്തം ബുദ്ധി കൊണ്ട് അതിനെ സങ്കുചിതമാക്കരുത് എന്നാണ്. ഇവിടെയും ഏഷത്തത അഭൂതിത്യസ്യ പ്രശ്നസ്യ പ്രതിവചനത്വേന ആകാശ ശബ്ദവാച്യ പര ആത്മോക്തവും ഏഷത്തതാഭൂത്. ഇവിടുത്തെ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞുപോയ ഭാഗത്തെക്കുറിച്ച് പറയുകയാണ്. അത് ചോദ്യത്തിന് സമാധാനമായി പറഞ്ഞു. പര ആത്മാ യേശു അന്തർഹൃദയ ആകാശ തസ്മിൻ സേതി. അവനിവിടെ ഈ ഹൃദയാകാശത്തിൽ, എന്റെയും നിന്റെയും ഹൃദയാകാശത്തിൽ അവൻ സ്വസ്ഥമായി ശയിക്കുന്നു. സദാ സൗമ്യ തഥാ സമ്പന്നോ ഭൂതി. വീണ്ടും ഇവിടേക്ക് തന്നെ വരും. നമുക്ക് മനസ്സിലാകുന്ന കാര്യത്തിൽ പറയും. നമ്മുടെ ജീവിത അനുഭവത്തെ ആധാരം പറയുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തി അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ തത്വത്തെ എങ്ങനെ മനസ്സിലാക്കാം? അതിനുവേണ്ടി നമ്മൾ വീണ്ടും സുഷുപ്തിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി. അവിടെ മനസ്സിലാകും. അവിടെ ഞാനുണ്ടോ, ഞാനെന്ന് പറയുന്നവനുണ്ടോ? എന്നാൽ ആ തത്വം അവിടെ ശേഷിക്കുന്നില്ലേ? എന്താ അതിനെ നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? സുഷുപ്തി ഒന്ന് ലാമിനേറ്റ് ചെയ്ത് കാണിച്ചു തന്നാൽ സമ്മതിച്ചു. മിടുക്കന്മാർ തന്നെ സാധിക്കില്ല. എന്തുകൊണ്ട്? തഥാ സമ്പന്നോ ഭവതി. അവിടെ കേവല തത്വമായി തന്നെ ഇരിക്കുന്നു. അഹ്രഹർ ഗച്ഛന്ത്യ ഏതം ബ്രഹ്മലോകം ന വിതന്തി. ഈ തത്വത്തിലാണ് നീ സദാസമയം. ആ തത്വമാണ്. ഇനി ഒന്നുകൂടി വിശദമാക്കണമെങ്കിൽ എന്താണ്? അഹ്രഹർ ഗച്ഛന്ത്യ, എപ്പോഴും അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാ പകലിലും രാവിലും. പക്ഷെ ഏതം ബ്രഹ്മലോകം, ആ ബ്രഹ്മസ്വരൂപത്തെ എന്ന വിദന്തി, അവിടെയും അറിയുന്നില്ല, ഇവിടെയും അറിയുന്നില്ല, ഉണർന്നിട്ടും അറിയുന്നില്ല. പ്രാജ്ഞാത്മന സംപരിഷുപ്ത. അവിടെ സുഷുപ്തിയെക്കുറിച്ചായി പറയുന്നതല്ല, ആ സ്വസ്വരൂപത്തോട് ഏകീഭൂതനായി പരേ ആത്മനി സംപ്രതിഷ്ഠതേ, ആ പരസ്വരൂപത്തിൽ സ്ഥിതനായിരിക്കുന്നു, സ്വരൂപസ്ഥിതനായിരിക്കുന്നു. സർവരും മൂഢനെന്നോ ഗുരുവെന്നോ ശിഷ്യനെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഒരു ഭേദവും അവിടെ സംപ്രതിഷ്ഠതേ ഇത്യാദി ശ്രുതിഭ്യം ആകാശശബ്ദ പര ആത്മേതി നിശ്ചീയതേ. അല്ല, പര ആത്മാ അസംസാരിയായ സ്വരൂപം എന്താണോ അതിവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ദഹരു അസ്മിൻ അന്തരാകാശേ ഇത് പ്രത്യുത്യ തസ്മിന്നേവ ആത്മശബ്ദ പ്രയോഗാച്ച. അല്ലാതെ ആ തത്വത്തിലല്ലാതെ ആ പരമാത്മ ശബ്ദത്തിന്റെ പ്രയോഗം വേറെ ഒരിടത്തുമില്ല. ഒരു ശരീരത്തിനുമില്ല, ഒരു അഹന്തയിലുമില്ല, ഒരു മനസ്സിലുമില്ല, ഒരു രൂപഭാവങ്ങളിലുമില്ല. ശ്രുതി പറയുന്ന ഇവിടെയാണ് ആ തത്വത്തിൽ. അതാണ് ഗ്രഹിക്കേണ്ടത് തത്വമായി. തസ്മിന്നേവ ആത്മശബ്ദപ്രയോഗം. അല്ല നീ കരുതുന്നത് പോലെ ഈ ശരീരപഞ്ചരത്തിൽ ഇരിക്കുന്ന ഒരു ജീവബിന്ദുവിനെ ഉദ്ദേശിച്ചിട്ടല്ല ആ പറഞ്ഞിരിക്കുന്നത്. പ്രകൃതേവ പര ആത്മാ. ഇവിടെയും ഈ സന്ദർഭത്തിനും അജാതശത്രു എന്ത് ഉദാഹരണത്തിലൂടെ പറഞ്ഞെന്ന് നോക്കണ്ട. ജാഗ്രതോ സ്വപ്നമോ സുഷുപ്തിയോ. പക്ഷെ പറയുന്നത് എന്താണ്? പര ആത്മാ, പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. തസ്മാത് യുക്തമേവ ഏവമേവ അസ്മാദാത്മന. അതുകൊണ്ട് പറയുകയാണ്, ഈ ശബ്ദങ്ങൾ കേട്ടിട്ട് ഭ്രമിക്കരുത്. പരമാത്മന ഏവ സൃഷ്ടി. ആ പരമതത്വത്തിൽ നിന്ന് എന്നെ സൃഷ്ടിയല്ല ഞാനോ നീയോ എന്നെപ്പോലെയുള്ള 10 പേര് കൂടിച്ചേർന്നോ അല്ലെങ്കിൽ എന്നെക്കാളും വലിയ ഒരാളോ അല്ല ഈ സൃഷ്ടിച്ചിരിക്കുന്നത്. സംസാരണ സൃഷ്ടിസ്ഥിതി സംഹാര ജ്ഞാന സമൃദ്ധി അഭാവം ചാവോ ചാമ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. താൻ സൃഷ്ടിയിൽ പെട്ടുപോയോ, താനും ഒരു സൃഷ്ടിയായോ, പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാര ജ്ഞാന സാമർഥ്യം അതോടെ തീർന്നു.
ഈ സാമർഥ്യമെല്ലാം തന്നിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ ജാഗ്രതത്തിലേക്ക് വരുന്നതിന് മുമ്പ്. അവിടെ സർവജ്ഞനായി തന്നെയായിരുന്നു, സർവഭൂത അന്തര്യാമിയായിരുന്നു, സർവജ്ഞന് സർവവിത്തായിരുന്നു. അവിടെ സച്ചിദാനന്ദ സ്വരൂപനായിരുന്നു എന്ന് പറയുന്നതാണ്. അയ്യോ, അവിടെ എന്താ സാമർഥ്യം, അവിടെ എന്താ ഐശ്വര്യം, അവിടെ ഇതൊന്നുമില്ല. ആ ജഗത് സൃഷ്ടി സാമർഥ്യം ഐശ്വര്യം എന്താ ഇവിടെ ഇരുന്നുകൊണ്ട് നീ മനസ്സിലാക്കാമെന്ന് വിചാരിക്കണം. ഈ ജാഗ്രതയിലിരുന്നുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കിയാൽ നീ തന്നെ സർവജ്ഞനും ജഗത് സൃഷ്ടാവുമായി. അത് മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധി നിനക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് അതിനെ പറയണത് സച്ചിദാനന്ദ സ്വരൂപനായിരുന്നു. അവിടെ ആ സാമർഥ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ കേവലം ആ സാമർഥ്യം മാത്രമായിരുന്നു അവിടെ നിന്ന് സൃഷ്ടിച്ചു. അപ്പോൾ ജഗത് സൃഷ്ടിക്കുള്ള ഈ പറഞ്ഞ എന്താണ് മനസ്സ ചിന്തയിതുമഭ്യാസ, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കൂടി അശക്യമായിരിക്കുന്ന ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നതിനുള്ള ജ്ഞാനം, ഐശ്വര്യം, സാമർഥ്യമൊന്നും മനസ്സിൻ്റേതല്ല. ഇവിടെ നമുക്ക് സങ്കല്പിക്കാമെന്നുള്ള ജ്ഞാന ഐശ്വര്യങ്ങളെല്ലാം മനസ്സിൻ്റേതാണ്. അതുകൊണ്ട് അവിടെ ആ സുഷുപ്ത സ്ഥിതിയിലുണ്ടായിരുന്ന ജ്ഞാന ഐശ്വര്യങ്ങളെ ജാഗ്രതയിലെ ഈ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റില്ല. അതെന്താണ്? അംഗീകരിക്കാനും വയ്യ, നിഷേധിക്കാനും വയ്യ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവനാണിത് സൃഷ്ടിച്ചത്. അപ്പോൾ ഈ സൃഷ്ടിക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ടായത്. അതെന്താണ് എനിക്കറിയാൻ വയ്യ, അതുകൊണ്ട് പറയുന്നു. ചിലപ്പോൾ അതിന് പേര് പറയുന്നു, അത് അജ്ഞാനം. ചിലപ്പോൾ പറയുന്നു എനിക്കത് ചിന്തിക്കാനേ കഴിയുന്നില്ല, പറയുന്നു അതിന് മായ. എന്നുവെച്ചാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? എനിക്കറിവില്ല എന്നാണ്. അജ്ഞാനം, മായ, എനിക്കറിയാവുന്നുള്ള ഒന്നിനെയല്ല പേരിട്ട് വിളിക്കുന്നത്. അതിൻ്റെയൊക്കെ താല്പര്യം ഇതാണ്. ഇവിടെ ഇപ്പോൾ അല്പജ്ഞനായിരിക്കുന്ന എന്റെ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ വയ്യ. ഉറപ്പാണല്ലോ, മനസ്സവിടെ പ്രവർത്തിച്ചില്ലല്ലോ. അവിടെ അവൻ യേശ സർവജ്ഞ, യേശ സർവേശ്വര എന്നുള്ള രൂപത്തിൽ അവനവിടെ ഇരുന്നു. അവനിൽ നിന്നാണ് ഈ സൃഷ്ടികളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. സംസാരണ, ഇപ്പൊ നിനക്ക് ഇവിടെ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരജ്ഞാനം, സാമർഥ്യം അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അഭാവം ചപോചം, അത് മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളായി. ഒന്ന്, ഞാനാണിതൊക്കെ സൃഷ്ടിച്ചതെന്നുള്ള പാഴ്ബുദ്ധി, അതിനെ നിഷേധിച്ചു. മറിച്ച് ഇത് സൃഷ്ടിച്ചത് അസംസാരിയാണ്. അത് സൃഷ്ടിച്ചവൻ സർവജ്ഞനും സർവശക്തനും സർവവ്യാപി എന്തൊക്കെ പറയാം, അതല്ല. തന്റെ ഈ അല്പമായ ബുദ്ധിക്ക് വിരുദ്ധമായിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പറയാം. താൻ അല്പജ്ഞനാണ്, അതുകൊണ്ട് അവൻ സർവജ്ഞൻ. താൻ ഐശ്വര്യമില്ലാത്തവനാണ്, അതുകൊണ്ട് അത് സർവൈശ്വര്യയുക്തൻ. ഇങ്ങനെ അങ്ങനെ ഒരു അസംസാരിയാണോ പരമാത്മാവാണ് സൃഷ്ടികർത്താവ് എന്നിവിടെ ബോധ്യപ്പെടുത്തി. പക്ഷെ അതാണ് ഇതിന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞല്ലോ, വിപരീത ബുദ്ധിയെ നീക്കം ചെയ്യാനാണ് തുടങ്ങിയപ്പോൾ പറഞ്ഞു. ഞാനാണ് സൃഷ്ടിച്ചത്, ഈ അഹംബുദ്ധിയോടുകൂടി ഇരുന്നുകൊണ്ട് ഞാനാണ് പരമാത്മാവ്, ഞാനാണ് സർവജ്ഞൻ എന്ന് പറയരുത്. അദ്വൈതം അങ്ങനെയുള്ള ഭ്രമത്തിലെത്തിക്കും മനുഷ്യന്. അങ്ങനെയുള്ള ഭ്രമം പറ്റി ഒരുപാട് പേരുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി, ആ ഭ്രമത്തെ ദൂരീകരിക്കാൻ വേണ്ടി പറയുന്നു. തത്വം അതിനെ ഗ്രഹിക്കുക. തത്വത്തെ ഗ്രഹിച്ചാൽ ഭ്രമമില്ല. പക്ഷെ അവിടെയും വീണ്ടും സംശയങ്ങൾ വരാം. അത് പരിഹരിക്കാൻ വേണ്ടി വീണ്ടും പറയുന്നു എന്താണ്? അത്ര ജാമ്യത്തെ ഉപാസീത ആത്മാനമേവാവേദ അഹം ബ്രഹ്മാസ്മി ഇത് ബ്രഹ്മവിദ്യ പ്രസ്തുത. ഇപ്പൊ ഞാൻ അവസാനിപ്പിച്ചാണ് ബ്രഹ്മവിദ്യ, ആത്മബോധം
സ്വരൂപപ്രകാശനം എന്നെല്ലാം പറയും. താൻ ആരാണെന്ന് ശ്രോതാവിന് ഉണ്ടാകുന്ന ബോധം, അതാണ് ബ്രഹ്മവിദ്യ. ശ്രോതാവിന് അത്തരമൊരു ബോധം, തന്നെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതാണ് ഇതുവരെ പറഞ്ഞത്. ബ്രഹ്മവിഷയം ബ്രഹ്മവിജ്ഞാനം, ആ അറിവിലൂടെ അറിയുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ സർവത്തെയുമാണ്. രണ്ട് രീതിയിലും പറയാം. ബ്രഹ്മത്തെ ബ്രവാണി ഇതി ബ്രഹ്മ ജപയിഷ്യാമി ഇതി പ്രാരബ്ധം. അങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു തരാം, ബ്രഹ്മത്തെ നിങ്ങൾക്ക് ബോധിപ്പിക്കാം പറയുന്നു. അത്ര ഇതാനും അസംസാരി ബ്രഹ്മജഗത കാരണം വശനായാദ്യതീതം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം. അതാണ് ബ്രഹ്മവിദ്യയിൽ മനസ്സിലാക്കേണ്ടത്. അസംസാരി ബ്രഹ്മ, അസംസാരിയായിരിക്കുന്ന ആ ബ്രഹ്മ, അതാണ് ജഗത കാരണം, ജഗത്തിന് കാരണം. ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം പറയുകയാണ്. അശ്വനായാദ്യതീതം, ഈ വിശപ്പും ദാഹവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ, അന്നം കഴിക്കുന്നവൻ, അവനല്ല ലോകത്തെ സൃഷ്ടിച്ചത്. പിന്നെയോ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം, അതിൽ നിന്നാണ് ഈ ജഗത് സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം, ബ്രഹ്മത്തെക്കുറിച്ച് ഭാഷ്യകാരൻ പറയുന്നു, എപ്പോഴും ആവർത്തിക്കുന്ന ഒന്നാണ്. ഇനി തദ്വിപരീത സംസാരി, ഇത് നീ ഞാനാണ് ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് കരുതിയ ഒരുവനുണ്ടല്ലോ, അവനാണ് സംസാരി. ഇവിടെ ഒരാശയക്കുഴപ്പം വരും. കാരണം ഭാഷ്യകാരൻ പറഞ്ഞു സംസാരി അസംസാരി, നീയല്ല സൃഷ്ടിച്ചത്, സച്ചിദാനന്ദനാണ് എന്ന് പറഞ്ഞു. ഇവിടെ ശ്രോതാവ് പറയണം, ഇപ്പൊ ഞാൻ എന്താ തീരുമാനിക്കേണ്ടത്? അഹം ബ്രഹ്മാസ്മീതി, അഹം ന ബ്രഹ്മാസ്മി, അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇതുവരെ പറഞ്ഞതനുസരിച്ച് ജഗത്തിനെ സൃഷ്ടിച്ചവൻ സർവജ്ഞൻ, സംസാരിയായിരിക്കുന്ന നീ, അങ്ങനെ രണ്ടുപേര്. അപ്പൊ ഞാനെന്താണ്? നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവനല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഹം ബ്രഹ്മാസ്മിതി ന ഗൃഹീയ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? പരം ഹി ദൈവം ഈശാനം, ആ പരനായിരിക്കുന്ന ദേവൻ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നവൻ, ഐശ്വര്യയുക്തനായിരിക്കുന്നവൻ, ഇതിനെല്ലാം വേണ്ട ഈശാനൻ. നികൃഷ്ട സംസാരി, ഞാൻ എന്താണ്? നികൃഷ്ടനായ സംസാരിയാണ്. ആ പരൻ വേറെ, ഞാൻ വേറെ. ആത്മത്വേന സ്മരൻ, അങ്ങനെ ഞാൻ ആ പരനെ, ദോഷവിമുക്തനായിരിക്കുന്ന പരനെ, ദോഷയുക്തനായിരിക്കുന്ന ഞാൻ, അഹം ബ്രഹ്മാസ്മി എന്ന് ചിന്തിച്ചാൽ കഥം ന ദോഷഭാസ്യ, അത് വലിയൊരു അപരാധമല്ലേ? സാറിന് എല്ലാവരും പറയുന്നല്ലേ? ഇതൊക്കെ ശരി, തത്വമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ താനാണ് പരമാത്മാവ് എന്ന് ധരിച്ച് നീ നിത്യശുദ്ധ മുക്തനാണെന്ന് ധരിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ വിവരക്കേടല്ലേ? ദോഷഭാവം, അത് പാപമല്ലേ? അങ്ങനെ ധരിക്കാമോ? അങ്ങനെ ആകത്തല്ലേ? അതുകൊണ്ട് തത്കാലം ഇപ്പോ നാഹം ബ്രഹ്മാസ്മീതി യുക്തം, ഞാനിപ്പോ നാഹം ബ്രഹ്മാസ്മി എന്ന് കരുതുന്നതല്ലേ ശരി? സംശയമാണ്. പിന്നെ ഇനി എപ്പോഴാണ് ഈ ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്? സഹസ്രജന്മങ്ങൾക്ക് ശേഷം ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. സഹസ്രജന്മങ്ങൾക്ക് ശേഷം ഞാൻ ബ്രഹ്മാസ്മി എന്ന് ധരിക്കും. തൽക്കാലം അപ്പൊ പിന്നെ ഇപ്പൊ ഈ ഉപദേശിക്കുന്നത് എന്തിനു വേണ്ടി? ഉപദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ട് തൽക്കാലം ഞാൻ ധരിക്കും എന്താണ്? സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരൻ വേറെ,
ഞാൻ സംസാരിയായിരിക്കുന്ന ഞാൻ വേറെ എന്ന് ധരിച്ച് ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ വച്ചിട്ട് പിന്നെ ജീവിക്കും. എത്ര കാലം? മരണം വരെയല്ല, സഹസ്രജന്മം. അതെന്നാ ഈ സഹസ്രജന്മം തീരുന്നത്? അതൊന്നും അറിയത്തില്ല. എന്നെങ്കിലും തീരുമ്പോൾ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് ധരിക്കും. അതുവരെ നാഹം ബ്രഹ്മാസ്മി. ശരി, എന്നാൽ അതുവരെ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തസ്മാ പുഷ്പ ഉദകാഞ്ജലി സ്തുതി നമസ്കാര ബലി ഉപഹാര സ്വാധ്യായ അധ്യയന ധ്യാന യോഗാദ്ഭിത് ആരാധീഷേ. സഹസ്രജന്മങ്ങൾക്ക് എനിക്ക് പണി തന്നിട്ടാണ് ഉപദേശം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ പണി ഞാൻ ചെയ്യും. അതെന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം.